പുള്ളി എവിടെ വായി നോക്കാൻ പോയി, രാവിലെ ഇറങ്ങും. ഞാൻ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ എവിടെ പോയിരുന്നു ഈ സത്യം പറഞ്ഞ. വിശ്വാസം അതല്ലേ എല്ലാം. പരസ്യവാചകമല്ല ഞാൻ പറഞ്ഞത്, അതാണ് സത്യം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് മാറ്റേഴ്സ് അല്ലേ. ഇഫ് അറ്റ് ഓൾ സംതിങ് മാറ്റേഴ്സ്, ഇറ്റ്സ് ഫെയ്ത്ത്. വിശ്വാസമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം വിശ്വാസത്താലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് വിശ്വാസത്താൽ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തും തീർച്ചയായിട്ടും ഇപ്പം വിശ്വാസത്താൽ. ഇന്ന് നമ്മൾ ആരാധിക്കുന്നു വിശ്വാസത്താൽ, എല്ലാം വിശ്വാസത്താലാണ്. വിശ്വാസത്തിൻ്റെ നിർവചനം, ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടൻ കാണാപ്പാടം പറയും. വിശ്വാസം എന്നതോ ബാക്കി അത്രയും വാക്യം ഒരുമിച്ച് പറഞ്ഞവർക്കായിട്ട് സ്തോത്രം. നിങ്ങൾ സ്വർഗരാജ്യത്തോട് ഒത്തിരി ദൂരെയല്ല, പക്ഷെ ബാക്കിയുള്ളവരും ആ വാക്യം ഒന്ന് പഠിക്കണം. അത് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യമാണ്. വിശ്വാസം എന്നതോ, എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. വാട്ട് ഇസ് ഇറ്റ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഞാൻ ചിലത് ആശിക്കുന്നുണ്ട്, പക്ഷേ ആ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അടുത്തത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഞാനിതുവരെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഏത് ഇരുട്ട തന്നെ വിട്ടാലും ഞാൻ കണ്ണടച്ചുകൊണ്ട് പോയി അതെടുക്കും. കാര്യം എന്താ? ഐ നോ. നിങ്ങളിപ്പം അടുക്കളയെ പണിയെടുക്കുമ്പം സൗകര്യമാരെ പെട്ടെന്ന് കറണ്ട് പോയി, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, കടുക് എവിടാണെന്നറിയാമോ, വെളിച്ചെണ്ണക്കുപ്പ എവിടാണെന്നറിയാമോ? കാര്യം നിങ്ങൾക്കറിയാം, അതാരും കണ്ടെടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ഉണ്ട് അല്ലേ. രാത്രി ഉറക്കത്തിൽ മൊബൈൽ തപ്പത്തില്ലേ, നിങ്ങൾക്കറിയാം എവിടെ, ഇടത്താണോ വലത്താണോ തലനക്കീഴിലാണോ അല്ലേ. അത് ഒരിക്കലും നിങ്ങൾ കൈയെടുത്ത് മൊബൈലിന് വരെ വേറൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം അത്ര ഉറപ്പാണ്. ഇരുട്ടത്ത് നിങ്ങൾ കണ്ടെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നല്ല ഉറപ്പും നിശ്ചയമുണ്ട് അവിടെ ഉണ്ടെന്ന്. ഇതുപോലെയാണ് വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പും അടുത്തത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ്. ഇതെല്ലാവരും വിശ്വാസം എന്ന് കേട്ട് നിങ്ങളോട് പേര് എസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളിപ്പം കുത്തിയിരുന്ന് വേണം എഴുതും. പക്ഷെ പ്രശ്നം, വിശ്വാസം എസ് എഴുതേണ്ടതും വിശ്വാസം പ്രസംഗിക്കേണ്ടതും വിശ്വാസം വാക്യം കാണാതെ പഠിക്കേണ്ടതൊന്നുമല്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്താൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളോടൊന്നോട് പങ്കുവയ്ക്കാം. 2-ാമത്തെ വാക്യം വായിച്ചാട്ട്. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. കണ്ടോ, വിശ്വാസം എന്നതോ എന്ന് പറഞ്ഞ് വിശ്വാസത്തെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ചേർന്ന് പറയുക, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. എൻ്റെ 1-ാമത്തെ പോയിന്റ്, ഫെയ്ത്ത് ഒബ്റ്റെയിൻസ് എ ഗുഡ് ടെസ്റ്റിമണി. ഫെയ്ത്ത് ഒബ്റ്റെയിൻസ് എ ഗുഡ് ടെസ്റ്റിമണി. വിശ്വാസത്താലാണ് നമുക്കൊരു സാക്ഷ്യം ലഭിക്കേണ്ടത്. ഇന്നത്തെ പ്രശ്നം, വിശ്വാസത്താൽ എനിക്ക് എന്ത് കിട്ടും, ഇതേ ഉള്ളൂ എല്ലായിടത്തും പ്രസംഗം. ഒരു പടിയും കൂടെ പോയിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ പോരാ, അത് വായ് കൊണ്ട് എന്ത് ചെയ്യണം, ഏറ്റുപറയണം. രണ്ടും ശരിയാണ്. കാരണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം. പക്ഷേ ഇതെല്ലാം കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ വായ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ഒരു പടിയും കൂടെ കഴിഞ്ഞു, അത് വെസ്റ്റിൽ നിന്നല്ല വന്ന് ഈസ്റ്റിൽ നിന്ന് വന്നു. ഞാനാരും കുറ്റം പറയല്ല. എന്താണെന്നറിയാമോ, നിങ്ങളിങ്ങനെ വിശ്വസിച്ചോ പോരാ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങളത് ആദ്യം സ്വപ്നം കാണണം. സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ ഒക്കുമെങ്കിൽ ഒരു പേപ്പറിൽ അത് വരയ്ക്കുകയോ എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യണം. സൈക്കിളാണോ വേണ്ടിയത്? ഓക്കെ, ചുമ്മാ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പോരെ. എന്ത് സൈക്കിള്, ഏത് കളറ്, ഏത് ബ്രാൻഡ്, എത്ര ഗിയറ്, ഇതെല്ലാം കാണണം. എന്നിട്ട് നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണുമ്പോൾ എന്ത് ചെയ്യും, ആ സൈക്കിള് പതുക്കെ ഗർഭം ധരിച്ച് ഒരു ദിവസം സൈക്കിള് പ്രസവിക്കും. ഞാനും ഇത് പണ്ട് കേട്ടുകൊണ്ട് ഒത്തിരിയൊക്കെ, ഞാനും ഇതൊക്കെ അന്ന് നല്ല നേരം ഞാൻ പാസ്റ്ററല്ല, എങ്കിൽ ഞാൻ ഇതൊക്കെ പ്രസംഗിച്ച് പഠിപ്പിച്ചേനെ. ദൈവത്തിനറിയാം ഓരോരുത്തരെ എന്തൊക്കെ ആക്കണമെന്ന്. കാര്യം അന്ന് ഞാൻ ഈ അതൊക്കെ കേട്ട് ഭയങ്കര എക്സൈറ്റഡായി. അന്ന് ഇദ്ദേഹം ഇവിടെ നിന്നും അറിയപ്പെടുന്ന, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ച 2 പ്രാവശ്യം കുറേ പോയിട്ടുണ്ട്. എൻ്റെ ഒരു റോൾ മോഡൽ തന്നെയാണ് ചില കാര്യങ്ങൾ അദ്ദേഹം. പക്ഷേ
ഒരു ഈസ്റ്റേൺ ഒരു തോട്ടിങ് വന്നു ചർച്ചിൽ കയറി. നിങ്ങൾ ആദ്യം അതിനെ സ്വപ്നം കാണണം. സ്വപ്നം കണ്ടതിനെ ഒരു കാലത്ത് ആ ടീച്ചിങ് ഇവിടെയും വന്ന് നമ്മുടെ അന്നത്തെ കാലത്ത് യൂത്ത് മിനിസ്ട്രിയിലെ പെമ്പിള്ളേരെല്ലാം സ്വപ്നം കാണാൻ തുടങ്ങി. എന്താണ്? എനിക്ക് ഭാവിയിൽ വരുന്ന ചെറുക്കൻ 6 അടി സാംചാൻ്റെ അത്ര നീളമുള്ളൊരു പയ്യനായിരിക്കണം. അവസാനം കിട്ടിയത് 5.5 അടിയുള്ള ചെറുക്കന്മാർ. എന്ത് ചെയ്യാനാ? അവൾ പിന്നെ ഹീൽസ് ഇട്ടുകൊണ്ടിരുന്ന പെണ്ണ് ഹീൽസ് മാറ്റിയിട്ട് സാധാ ചെരുപ്പിട്ടു. കാര്യം ഇവൻ അത്രയേ ഉള്ളൂ. പക്ഷേ ഇത്രയും നാൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എത്ര നീളമായിരുന്നു? 6 അടി 1 ഇഞ്ച്. സത്യം പറയണം, സ്വപ്നം കാണാനൊന്നും ബൈബിളിൽ വാക്യമില്ല. ഞാൻ പറയട്ടെ, വിശ്വാസം ഇപ്പോൾ എനിക്കെന്തോ കിട്ടാൻ വേണ്ടിയുള്ളതാണ്. സ്വപ്നം കണ്ടാൽ കിട്ടത്തില്ല. ഞാനിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ട് കൺഫസ് ചെയ്തുകൊണ്ടിരുന്നാലും കിട്ടത്തില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവിടെയും ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കേ ഉത്തരവുള്ളൂ. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവില്ല. വാട്ട് എവർ യു ആസ്ക് അക്കോർഡിംഗ് ടു ഹിസ് വിൽ യു വിൽ ഗെറ്റ് ഇറ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരവുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വിശ്വാസം എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടാനുള്ളതല്ല, വിശ്വാസത്താലാണ് എനിക്കൊരു സാക്ഷ്യം കിട്ടുന്നത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, വിശ്വാസം നിമിത്തം ഒരു സാക്ഷ്യം ലഭിച്ച എത്ര പേരുണ്ട്? പൊന്നൂരിൽ നിന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. എൻ്റെ ഒരു മാവിയുടെ ഭർത്താവ്, എൻ്റെ മാവൻ, താൻ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ പൊന്നൂർ ചെന്ന് പുള്ളിയുടെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞപ്പം പുള്ളി നല്ല പ്രായത്തിലിരിക്കും, എന്നെ വലിയ വാത്സല്യമായിരുന്നു. എന്നോട് പറഞ്ഞു, മോനെ എടാ, നിൻ്റെ പപ്പ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അതുപോലെ ഒരു വിശ്വാസ വീരനുമായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ ആൻഡ് എ വാറിയർ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു. ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അവസാനം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി ഓടിച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ചിന്ത വന്നു. ദൈവമേ, എൻ്റെ അപ്പനെ വർഷങ്ങളായിട്ട് അറിഞ്ഞ തൻ്റെ അളിയൻ പറയുന്നു ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, 2 ഒരു വിശ്വാസ വീരനായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചിന്ത ഇങ്ങനെ വന്ന്, നാളെ എന്നെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? പാസ്റ്റർ നല്ല തമാശ പറയുന്ന ഒരാളായിരുന്നു. അതല്ലേ നിങ്ങൾ പറയാൻ പോന്നേ അല്ലേ? എന്തുമായിരിക്കും? അന്ന് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ദൈവമേ, എൻ്റെ പിതാവ്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തോ പറഞ്ഞ വിശ്വാസവീരനായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ വിശ്വാസവീരനായ പിതാവ് വിശ്വസിച്ചിട്ട് ഒരു സ്വന്തം വീട് പോലും ഇല്ലായിരുന്നല്ലോ. അദ്ദേഹം മരിക്കുമ്പം നിങ്ങൾ സാക്ഷികളാണ് പലരും. അന്ന് മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശുശ്രൂഷ വീട്ടിൽ നടക്കുമ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഞങ്ങൾക്ക് തന്നിട്ട് പോയത് ഒന്നുമില്ല. ഒരു വീട് തന്നില്ല, ബാങ്കിലൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പൊന്നുപോലെ ഉപയോഗിച്ചിരുന്നൊരു പഴയ മലയാളം ബൈബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അക്കങ്ങളൊക്കെ മറ്റേ അക്കമാണ്. ആ ബൈബിൾ മാത്രം ഉണ്ടായിരുന്നു. അന്ന് ഒടുവിലായിട്ട് ഞാനൊരു വാക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പപ്പ ഞങ്ങൾക്കൊന്നും വെച്ചിട്ട് പോയിട്ടില്ല. ഞങ്ങൾക്ക് വീടോ സ്വത്തോ വസ്തുവോ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി എന്നാ മോനെ നീ നടത്തുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒന്ന് വിശ്വാസം കൈമുതലായി തനിക്കുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്താൽ ഞങ്ങൾ മുന്നോട്ട് കർത്താവിനെ സേവിക്കും. ആ കൂടി പപ്പ തന്നത് ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ആ ബൈബിള് കയ്യിലെടുത്ത് മടക്കി പിടിച്ചു സാക്ഷ്യം പറഞ്ഞു. നിങ്ങളന്ന് കണ്ടവർ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും. അന്ന് അപ്പൻ തന്ന ബൈബിള് എടുത്തുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി. ഇന്ന് ഒരു കുറവും ദൈവം വരുത്തിയില്ല പ്രിയപ്പെട്ടവരെ. അപ്പം വിശ്വാസത്താൽ എന്ത് നേടിയും ചോദിച്ചാൽ ശരിയാ, പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. ഫെയ്ത്ത് ഒബ്റ്റെയിൻസ് എ ഗുഡ് ടെസ്റ്റിമണി. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾക്കൊരു നല്ല സാക്ഷ്യം ലഭിച്ചോ? നിങ്ങളല്ല നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയണം, നിങ്ങൾക്ക് ശേഷം പറയും എൻ്റെ പപ്പ ഒരു വിശ്വാസവീരനാണ്, എൻ്റെ മമ്മി ഒരു വിശ്വാസവീരയായിരുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് പറയുമോ പ്രിയപ്പെട്ടവരെ? ഇന്നൊന്ന് ചിന്തിക്കുന്ന കൊള്ളാം. 3-ാമത്തെ വാക്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. സത്യം പറഞ്ഞാൽ ഈ സഹോദരി ഒരു TV ന്യൂസ് റീഡർ ആവേണ്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ അടുക്കടുക്കായിട്ടുള്ള വായന സത്യം പറഞ്ഞാൽ പ്രസംഗിക്കുന്നവർക്ക് ഒരു ഭയങ്കര ഒരു ഊർജ്ജമാണ്. കാര്യം ഇങ്ങനെ വായിച്ച് കിട്ടിയാൽ പ്രസംഗിക്കാത്തവനും പ്രസംഗിച്ചു പോകും. കാര്യം ചിലടത്തൊക്കെ ഈ വാക്യം വായിക്കുന്നതോടുകൂടി നമ്മുടെ ഇല്ല അടുപ്പിനകത്ത് വെള്ളം എടുത്തൊഴിച്ച പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. കൊള്ളാം, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, എന്ത് വരുന്ന ഇനി കാര്യത്തിലേക്ക് വരാം. ഏതായിരുന്നു വാക്യം? ഒന്നുകൂടെ വായിച്ചേര്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഫെയ്ത്ത് അണ്ടർസ്റ്റാൻഡ്സ്
ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഗോഡ്സ് വേർഡ്. അതായത് ഒന്നുമില്ലായിരിക്കുമ്പോൾ ശൂന്യതയിൽ ദൈവം എന്ത് ചെയ്തു? ഉണ്ടാകട്ടെ എന്നൊന്ന് പറഞ്ഞു. ആ വാക്ക് പോയിട്ട് സൃഷ്ടിച്ചു, അല്ലേ? മനുഷ്യനെ മാത്രമേ ഉള്ളൂ കൈ കൊണ്ടൊക്കെ സൃഷ്ടിക്കേണ്ടി വന്നു. വേണേ മനുഷ്യനുണ്ടാകട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദാം ഉണ്ടായി വന്നേനെ. പക്ഷേ ആദാമിനെ അങ്ങനെ സൃഷ്ടിച്ചില്ല. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. എൻ്റെ അർത്ഥം ഒരു വാക്ക് പറഞ്ഞാൽ മതി, സൃഷ്ടിക്കാൻ പറ്റും, അല്ലേ? അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്രിയേറ്റീവ് പവർ ഓഫ് ഗോഡ്സ് വേർഡ്, അല്ലേ? ഈ ദൈവവചനത്തിന് ആ ശക്തിയുണ്ട്. എത്ര ഒരു വിശ്വസിക്കും? ഹൗ മെനി ബിലീവ്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകമായിരിക്കും, പക്ഷേ അതിനകത്തുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായ് തുറന്ന് പറയുമെങ്കിൽ, നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ ആ വായെടുത്ത് ആ വചനം നിങ്ങൾ പറയുമെങ്കിൽ, അവിടെ ചില കാര്യങ്ങൾ ഇല്ലാത്തത് ഉളവായി വരും, ഉള്ളതുപോലെ വരും, വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള അസാധ്യങ്ങളെ നോക്കിയിട്ട് സകലവും അസാധ്യമെന്ന് സകലരും പറയുമ്പം അവിടെ വിശ്വാസത്തോടുകൂടി ഇങ്ങനെ ദൈവവചനം പറ, അവിടെ ചില അത്ഭുതങ്ങൾ നടക്കും. അവിടെ അന്ന് വരെ ഇല്ലാത്തത് ഉരുവായി വരും, ഉളവായി വരും, നിർമ്മിക്കപ്പെട്ടു വരും, സൃഷ്ടിക്കപ്പെട്ടു വരും. അത് വിശ്വസിക്കുക. അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഇല്ല എന്നല്ല അർത്ഥം, കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്നല്ല അർത്ഥം. അവിടെ ഉണ്ട്, നിങ്ങൾ കാണുന്നില്ല. ഇതുപോലെ ദൈവം ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ഒരുക്കിയതുണ്ട്, പക്ഷെ ഞാനത് കാണുന്നില്ല. പക്ഷെ വിശ്വാസത്താൽ കണ്ട് അത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ വചനം ഞാൻ ഉരുവിടുമ്പം തീർച്ചയായിട്ടും അതെൻ്റെ കണ്ണിൽ ഞാൻ കാണും. എത്ര ഇത് വിശ്വസിക്കുന്നു? നിങ്ങൾ പല കാര്യങ്ങളിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല എന്ന് പറയരുത്. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളത് വിശ്വസിക്കുക. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയുടെ പിന്നിൽ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്. ഞാനത് കാണുന്നില്ല, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ഫെയ്ത്ത് അണ്ടർസ്റ്റാൻഡ്സ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തിൻ്റെ ആ സൃഷ്ടിക്കുന്ന ശക്തിയിൽ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അടുത്ത വാക്യം, വിശ്വാസത്താൽ ഹാബേൽ. അടുത്തത് വ്യക്തികളിലേക്ക് വരിക. ആരാണ് ഹാബേൽ? ദൈവത്തിന് കൈന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണല്ലോ നമ്മൾ എന്താ പറയുന്നത് ആ അധ്യായം മുഴുവൻ. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി അതിൽ ആദ്യത്തെ വ്യക്തി ആരാ? ഹാബേൽ. സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പനെ പറ്റി ഒന്ന് പറയേണ്ടതല്ലേ, കഷ്ടമായിപ്പോയി. ഒന്നാമത്തെ മനുഷ്യനാ ആദാം, പാവം. ഒന്നാമത്തെ സ്ത്രീയാ, ഒന്നാമത്തെ കുടുംബമാണ്. പക്ഷേ വിശ്വാസത്താൽ ആദാം പഴം പറിച്ച് തിന്നു. നോക്കണേ, അവർ ചെയ്തൊരു പ്രവൃത്തി വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയല്ല, അവർ ചെയ്ത പ്രവൃത്തി അവിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. ദൈവം പറഞ്ഞിരുന്നത്, നീ ഇത് പറിച്ചു തിന്നാൽ യു ഷാൽ ഷുവർലി ഡൈ. ഓക്കെ, ശരി, കേട്ടു, മനസ്സിലായി. ദൈവം അങ്ങോട്ട് പോയപ്പോൾ ഇപ്പുറത്തോടൊരുത്തൻ കയറി വരുന്നു. ആരാ വന്നത്? പാമ്പ്. നല്ലോണം ഓർക്കണം, പാമ്പ്. അവിടെ ഓർക്കണം, അവിടെ എഴുതിയിരിക്കുന്നത് കാട്ടുമൃഗമായ പാമ്പ് ഹവ്വയുടെ അടുക്കൽ വന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു തോട്ടമല്ലേ? ഈ തോട്ടത്തിൽ ഈ വൈൽഡ് ആനിമൽ എങ്ങനെ വന്നു? ഇന്നത്തെ പ്രശ്നം ഈ പറഞ്ഞ ദൈവസഭ എന്ന തോട്ടത്തിനുള്ളിലും ഈ കാട്ടുമൃഗമായ പിശാച് പലപ്പോഴും നുഴഞ്ഞു കയറി വരുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നം, ഒന്നീ ശരിയായി വേലി കെട്ടി അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധാലുക്കളല്ലാതിരുന്നു. അതുകൊണ്ടാണ് ഇതകത്ത് കയറി വന്നത്. ഇന്ന് അനേക കുടുംബങ്ങൾ ഒരു ഏദൻ തോട്ടം പോലെ കഴിയേണ്ട കുടുംബങ്ങളാണ്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ കാട്ടുമൃഗമായ കാട്ടുജന്തുവായ, നിങ്ങൾ ബൈബിളെടുത്ത് നിങ്ങൾ വായിച്ചു നോക്ക്, അവിടെ എഴുതിയിരിക്കുന്നത് കാട്ടുമൃഗമെന്ന് തന്നെയാണ്, അല്ലേ? കാട്ടുമൃഗമായ പാമ്പ് എങ്ങനെ ഏദൻ തോട്ടത്തിൽ വന്നു? ദൈവത്തിൻ്റെ തോട്ടം അതും. ആ തോട്ടത്തിൽ എങ്ങനെ കയറി വന്നു? ഇവിടെ ഓർക്കണം പ്രിയപ്പെട്ട, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവൻ വരും. വന്നിട്ട് അവൻ ഹവ്വയ്ക്ക് നേരെ നിന്ന് വർത്താനം പറയുക, അല്ലേ? എന്തായിരിക്കും വന്ന് പറഞ്ഞു തുടങ്ങിയത്? പ്രൈസ് ലോർഡ് സിസ്റ്ററെ, ആദ്യമായിട്ടല്ലേ ഇവിടെ തോട്ടത്തിൽ. പുള്ളി എവിടെ പോയി? പുള്ളി എവിടെ വായി നോക്കാൻ പോയി? രാവിലെ ഇറങ്ങും. ഞാൻ ചിലപ്പം ചോദിക്കും, ഇങ്ങനെ എവിടെ പോയിരുന്നു? ഈ സത്യം പറഞ്ഞാൽ അല്ല, ഇങ്ങേർക്ക് പണിയില്ല, ഈ പറഞ്ഞല്ലോ, വേറെ എങ്ങും അല്ല, ഇങ്ങേർക്ക് എവിടെ പോയി? ഇവർ രണ്ടുപേരും ഇങ്ങനെ വാനമ്പാടികളെ പോലെ ഇങ്ങനെ പറന്ന് കിടന്നൊന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കൃത്യം പാമ്പ് വന്ന് നേരത്ത് പുള്ളിയില്ല. ഇതാണ് ഈ പറഞ്ഞ പോലെ പുരുഷന്മാരെ ഓർത്തോണം, ഉത്തരവാദിത്തം നിങ്ങളുടേതാ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത്. വല്ലയിടത്തൊക്കെ പോയി നിന്നാൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരും. അവസാനം ഈ പറഞ്ഞ പോലെ പാമ്പ് വന്ന് ഒറ്റ വാക്കേ കൂട്ടി പറഞ്ഞുള്ളൂ, യു ഷാൽ നോട്ട് ഷുവർലി ഡൈ. ദൈവം പറഞ്ഞെന്താ? യു ഷാൽ ഷുവർലി ഡൈ, നിശ്ചയമായും തിന്നുന്ന നാളിൽ നീ മരിക്കും.
ഇപ്പുറത്ത് ഇവൻ വന്ന് പറഞ്ഞു, നിശ്ചയമായി തിന്നുന്ന നാളിൽ നീ മരിക്കുകയില്ല. അപ്പോഴൊരു പ്രശ്നം, ഇത് ആരെ വിശ്വസിക്കണം? ദൈവത്തെ വിശ്വസിക്കണോ ഇവനെ വിശ്വസിക്കണോ? കഷ്ടമെന്ന് പറയട്ടെ, അവരാരെയാണ് വിശ്വസിച്ചത്? ദൈവത്തെ അല്ല, ഈ പാമ്പിനെയാണ് വിശ്വസിച്ചത്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി എഴുതാൻ പറ്റുമോ ബൈ ഫെയ്ത്ത് ആഡം എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ആദാം വിശ്വസിച്ചില്ല. പക്ഷേ ആദാമിൻ്റെ മക്കളിൽ ഇളയവനായ ഹാബേൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് വിശ്വാസത്താൽ ഹാബേൽ എന്ത് ചെയ്തു? ദൈവത്തിന് കൈന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അവിടെ നോക്കിയേ, ചേട്ടൻ്റെയിലും നല്ല യാഗം കഴിച്ചു. അടുത്തത്, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അടുത്തത്, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അവൻ കൊണ്ടുവന്ന വഴിപാട് ദൈവം അത് സ്വീകരിച്ചു, അതിൽ പ്രസാദിച്ചു, അതിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തായിരുന്നു അവിടെ വിശ്വാസമായിട്ടുള്ള ബന്ധം? ഫെയ്ത്ത് ഓഫേഴ്സ് ടു ഗോഡ് ദ ഫസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ്. വിശ്വാസം എന്താണ്? ദൈവത്തിന് ഒന്നാമത്തേതും ഏറ്റവും നല്ലതിനെ ദൈവത്തിന് കൊടുക്കും. ഈ ആദ്യജാതൻ, പഴയ നിയമത്തിൽ എഴുതിയാണ്, ആദ്യജാതനെ എന്ത് ചെയ്യണം? ആർക്ക് കൊടുക്കണം? ഈ ആദ്യമുണ്ടായവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ഫസ്റ്റ് ബോൺ. നിങ്ങളെയൊക്കെ ദൈവത്തിന് കൊടുത്തതാണോ? പോട്ട്, നിങ്ങളെ കാര്യം പോട്ട്. നിങ്ങളുടെ മക്കൾ ആദ്യത്തേത് ആർക്കാ കൊടുത്തത്? ഹാബേൽ സാക്ഷ്യം പ്രാപിച്ചത് ഈ പറഞ്ഞാൽ ഏറ്റവും നല്ലത് കൊണ്ട് കൊടുത്തു, ദ ബെസ്റ്റ്. അവിടെ ഓർക്കണം. ഞാൻ പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ വ്യാരം എൻ്റെ ദൈവം നോൺ വെജാണ്. അതുകൊണ്ടാണ് മട്ടൻ കൊണ്ട് കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു, മറ്റേ പച്ചക്കറി മറ്റോ കൊണ്ട് കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ ഇന്നത്തെ പിള്ളേരെ പോലെ ഇതുങ്ങൾക്ക് ഈ ഇറച്ചി മാത്രം മതി, പച്ചക്കറി വേണ്ട. അപ്പം ഇതുകൊണ്ടാണ് ഒരാളുടേത് പ്രസാദിച്ച് മറ്റേ പ്രസാദിച്ചില്ല ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നാണ് മനസ്സിലായത് അവിടെ വെജും നോൺ വെജും ഒന്നുമല്ല വിഷയം, അല്ലേ? അവിടെ വിഷയം ദ ബെസ്റ്റ് കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അബ്രഹാം, ഇസഹാക്ക് ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന വാഗ്ദത്ത സന്തതിയാണ്. പക്ഷേ കൊടുക്കാൻ പറഞ്ഞപ്പം കൊടുത്തു യാഗപ്പെടുത്തി. ഇതുപോലെ വിശ്വാസം എന്താണ്? ഏറ്റവും നല്ലതിനെ ദൈവത്തിന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നത് എന്താ? ഒരു സത്യം പറയാം, മക്കളുള്ളവർ പറ, നിങ്ങളുടെ മക്കളെ തന്നെയാണ് നിങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്നത്. മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, അതൊക്കെ ശരിയാ. പക്ഷേ ഒത്തിരി പേര് ഹൃദയത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന കാരണം ഒരു കാരണവശാലും ആ കർത്താവിന് കൊടുക്കത്തില്ല. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളാണെങ്കിലും, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പഠിത്തം, ഈവൻ നിങ്ങളുടെ ശുശ്രൂഷ. ചിലർക്കൊക്കെ ഞങ്ങൾ പാസ്റ്റർമാർക്കുള്ള പ്രശ്നം, ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ അങ്ങ് ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കർത്താവ് ചോദിച്ചാൽ പോലും കൊടുക്കത്തില്ല. ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയാണ്, പക്ഷേ കർത്താവ് ചോദിച്ചാൽ പോലും കൊടുക്കത്തില്ല, അല്ലേ? അപ്പം ഇവിടെ ഫെയ്ത്ത് seeks to offers to God the best, the first and the best, അല്ലേ? ആദ്യത്തേത് കർത്താവിന്. പണ്ടൊക്കെ അറിയാമല്ലോ, പശുവിനെ കറന്ന ആദ്യത്തെ പാല് കുപ്പിയിലാക്കി പാത്രത്തിലാക്കി എവിടെ കൊണ്ട് കൊടുക്കും? ഞങ്ങളുടെയൊക്കെ ഒരു പെന്തക്കോസ്ത് ഭാഷയെ പറഞ്ഞാൽ ഫെയ്ത്തോമി കൊണ്ട് കൊടുക്കും, അല്ലേ? ആദ്യത്തേത് കോഴി ആദ്യം ഇട്ട മുട്ട എവിടെ കൊണ്ട് കൊടുക്കും? ചിലപ്പോഴൊക്കെ നിങ്ങളും വല്ല പച്ചക്കറിയെ കൂടി എനിക്ക് തരത്തില്ലേ? ഇന്നലെയും കിട്ടി മൾബറി. എനിക്ക് വലിയ അതിശയം തോന്നി. മൾബറി ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വല്ല വീട്ടിൽ നിന്നൊക്കെ മോട്ടിച്ച് പറിച്ചിട്ടുണ്ട്, അല്ലാതെ വീട്ടിൽ ഇല്ലായിരുന്നു, ഉള്ളത് പറഞ്ഞല്ലോ. പക്ഷേ ഇന്നലെ ഒരു സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിലെ മൾബറി, എനിക്ക് സന്തോഷം തോന്നി. അവരുടെ വീട്ടിൽ ഉണ്ടായ മൾബറി ആരെങ്കിലും ഈ സാധനം എന്താണെന്ന് പിടിയിട്ടിട്ടുണ്ടോ? ഓക്കെ, ഇപ്പോഴതൊന്നും കാണാനില്ല, അല്ലേ? അപ്പം ഞാൻ ചോദിക്കാം, ആദ്യത്തേത് കൊണ്ട് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാളെ എല്ലാവരും കൊണ്ടുവരല്ലേ, ഇവിടെ ഈയാക്കി ഏതാണ്ട് വേണമെന്ന് തോന്നുന്നു, അല്ല? ഞാൻ പറയുന്നത് ആ ഒരു കൾച്ചർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉള്ളതിനായിട്ട് സ്തോത്രം, അത്രയേ ഉള്ളൂ, അല്ലേ? ആദ്യത്തേത് ദൈവത്തിന്, രണ്ട് ഏറ്റവും നല്ലതും ദൈവത്തിന്. ഗിവ് ദ ഫസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ് ടു ഗോഡ്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അടുത്ത വാക്യം, വിശ്വാസത്താൽ ഹാനോക്ക്. അടുത്ത പാർട്ടി ആരാണ്? ഹാനോക്ക്. അദ്ദേഹം എന്താണ്? വേറെ ഒത്തിരി ഒന്നും എഴുതിയിട്ടില്ല. ദൈവത്തോട് കൂടെ നടന്നു ഈവനിങ് വാക്ക് പോയി മീസത്തിൽ എത്ര റൗണ്ട് കറങ്ങിയെന്നറിയത്തില്ല. എന്നിട്ട് തിരിച്ച് വന്ന് ഇങ്ങേർക്ക് വീട്ടിൽ പോകണം, ദൈവത്തിന് അങ്ങ് വീട്ടിൽ പോകണം. പക്ഷേ ഒരു ദിവസം നടന്ന് ദൈവത്തിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് പറഞ്ഞ, അയ്യോ നമ്മൾ വർത്തമാനം പറഞ്ഞ് നടന്ന് സമയം പോയത് പറഞ്ഞാൽ നമ്മളിങ്ങനെ എത്തി. അയ്യോ, ഇനി ഈ ആരോഗ്യം നിനക്കിനി അങ്ങ് വരെ പോകണമല്ലോ. ഇവിടെ ഇപ്പോൾ യൂബറും കിട്ടത്തില്ല, അന്ന് യൂബറില്ല. അപ്പോൾ പിന്നെ ദൈവം വിചാരിച്ചു, ഒരു കാര്യം ചെയ്യും,
ഇന്നിനി നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ടേയും കയറ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ദൈവം എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി. അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ വീട്ടിൽ ചെന്ന് ദൈവം പറഞ്ഞു ഇനിയിപ്പോൾ പോകണമെങ്കിൽ കയറെന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന വല്ലവരും ഉണ്ടോ? നമ്മൾ തല്ലിക്കൊന്ന ദൈവത്തിൻ്റെ കൂടെ നടക്കത്തില്ലല്ലോ, പിന്നല്ലേ ദൈവം വീട്ടിൽ കൊണ്ടുവന്നേ. നമ്മൾ പിന്നെ കെട്ടി വലിച്ചുകൊണ്ട് പോകണം. ആനോക്ക് ചെന്നങ്ങ് കയറി കൊടുത്തു ദൈവത്തിൻ്റെ വീട്ടിൽ, അല്ലേ? ആലോചിച്ച് നോക്കി. ആനോക്ക് നടന്ന് അങ്ങ് ദൈവത്തിൻ്റെ വീട്ടിൽ ചെന്നങ്ങ് കയറി. ദൈവം പറഞ്ഞു ഇനി പോകണ്ടെങ്കിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചേ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരാണോ? ഞാൻ ഈ പറഞ്ഞ ഓരോ വാക്യവും നമ്മളെ പരിശോധിക്കേണ്ട വാക്യങ്ങളാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എന്നെയും പരിശോധിക്കുന്നുണ്ട്. ആർ വി വാക്കിംഗ് വിത്ത് ഗോഡ് സോ ദാറ്റ് വൺ ഡേ ഗോഡ് വിൽ സേ കം ഹോം വീട്ടിൽ വാ എന്ന് പറയാൻ നമ്മുടെ കർത്താവ് വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് ചേർക്കുന്നൊരു നാളുണ്ട്. പക്ഷേ വീട്ടിലേക്ക് ചേർക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരായിരിക്കണം. വി ഹാവ് ടു കീപ് വാക്കിംഗ് ഓൺ വിത്ത് ഗോഡ്. അപ്പോൾ അവിടെ ഓക്കെ, ഹാനാക്ക് എന്തു ചെയ്യുന്ന വിചാരിക്കുന്നേ? മരണം കാണാതെ എടുക്കപ്പെട്ടു. എങ്ങനെയാ മരണം കാണാതെ? സത്യം പറഞ്ഞ പുള്ളിക്ക് ഒരു പെട്ടി കിടക്കാനോ ഒരു ഫ്രീസറിൽ കിടക്കാനോ ഒരു കല്ലറയിൽ പോയിരിക്കാനോ ഒരു നല്ല ഫെയർവെൽ സർവീസ് കിട്ടാനോ, ഇതാണ് ഹോം ഗോയിങ്ങും വ്യൂയിങ്ങും ലൈവ് സ്ട്രീമും ഒന്നുമില്ലായിരുന്നു. പാവം, ഇങ്ങനെ ഇതിനുള്ള ഒരു ഭാഗ്യവും കിട്ടിയില്ല. ആലോചിച്ച് നോക്കി. ഇങ്ങനെ നേരെ അങ്ങ് കയറി കൊടുത്ത് ശരി, എടുക്കപ്പെട്ടു. അടുത്തത് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കണ്ടോ, നമ്മളെയൊക്കെ കാണാതെ ആവേണ്ടത് എങ്ങനെയാ? ഹാനോക്കിനെ കാണാതായ അടുത്ത ദിവസം മനോരമയിൽ കാണാനില്ല, കണ്ടു കിട്ടുന്നത് ദയവായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ആലോചിച്ച് നോക്കിയേ. വീട്ടുകാർ പറഞ്ഞു കാണും ഇയാളെ കാണാതെ, വലിയൊരു തല്ലിക്കൊന്ന് ഓടയിലിട്ടോ, ആകറിയാം. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രശ്നമായിരുന്നു തന്നെ. അവിടെ ഒരു പ്രശ്നവുമില്ല, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അടുത്തത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതാണ് ഞാൻ പറയാൻ പറ്റുന്ന പോയിന്റ്. ഈ എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പേ ഒരു സാക്ഷ്യം അവൻ പ്രാപിച്ചു. എന്താ? ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ശ്രദ്ധിച്ചോ? നമ്മൾ ചത്തുപോയിട്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റൊന്നു, ഈ കിടക്കുന്ന ആള് എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആലോചിച്ച് നോക്കിയേ. ഒരിക്കൽ ഒരു മനുഷ്യൻ ചത്തുപോയി. അപ്പം ഭാര്യ പിറന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, 2 കൊച്ചു പിള്ളേരും അപ്പുറം ഇരിപ്പുണ്ട്. ഓരോരുത്തരും ഒന്ന് ഇയാളെ പറ്റി അങ്ങ് പൊക്കി പറയുക. അപ്പോൾ കുറേ നേരം പൊക്കി പറഞ്ഞപ്പോൾ ഭാര്യ പതുക്കെ മോനോട് പറഞ്ഞു, എടാ അതിനകത്തോട്ടൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നിൻ്റെ അപ്പനാണോ കിടക്കുന്നതെന്ന്. കുറേ പൊക്കി പറഞ്ഞപ്പം ഭാര്യയ്ക്കൊരു സംശയം, ഇതെൻ്റെ ഭർത്താവിനെ പറ്റിയാണോ ഈ പറയുന്നത്? കാരണം എൻ്റെ കൂടെ ഈ മനുഷ്യൻ താമസിച്ചപ്പം ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ ചത്ത് കിടക്കുമ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ എന്നെയും പൊക്കി പറഞ്ഞ് ഞാനും വന്ന് പൊക്കിയൊക്കെ പറയാമെന്നേ. പക്ഷേ നമ്മളാരും അന്യോന്യം പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. ചത്ത് കഴിഞ്ഞിട്ടുള്ള സാക്ഷ്യമല്ല, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. ഇപ്പം മനസ്സിലായോ? ഫെയ്ത്ത് ഒബ്റ്റെയിൻസ് എ ഗുഡ് ടെസ്റ്റിമണി. ഹാനോക്ക് അപ്പം ഈ ടെസ്റ്റിമണി കിട്ടാൻ ഹാനോക്ക് എന്താ ചെയ്തത്? താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അത് അടുത്ത വാക്യത്തിൽ ഉണ്ട് താനും, അല്ലേ? അപ്പം നമ്മളെല്ലാം ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ പാടെല്ലാം പെടുന്നത്. ഇപ്പം രാവിലെ നിങ്ങളിങ്ങോട്ട് എന്തിനായി വന്നേ? ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകണം, അതുകൊണ്ട് വന്നു. പക്ഷെ ഓർക്കണം, നമ്മളൊരു ചർച്ചയിൽ വരുന്നത് പോലും പാസ്റ്ററെ പ്രസാദിപ്പിക്കാനോ വേറെ ആരെയും പ്രസാദിപ്പിക്കാനാവരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിരിക്കണം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ചത്തെ കാര്യം അങ്ങ് വിട്. ബാക്കി എല്ലാ ദിവസവും നാളെ നിങ്ങൾ ജോലിക്ക് പോകും. നിങ്ങൾ എന്തിനായി ജോലിക്ക് പോകുന്നത്? അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രസാദിപ്പിച്ചാൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ, വിശ്വാസം കൂടാതെ അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ആം ഐ പ്ലീസിങ് ഗോഡ്? ആം ഐ പ്ലീസിങ് ഗോഡ്? ഞാൻ എൻ്റെ ആക്ട്സ് അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻസ് കൊണ്ടല്ല പ്ലീസ് ചെയ്യേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എന്തും, എൻ്റെ സംസാരം ദൈവത്തിന് പ്രസാദം, എൻ്റെ ചിന്തകൾ ദൈവത്തിന് പ്രസാദം, എൻ്റെ പോക്ക്, എൻ്റെ പ്രവൃത്തികൾ, അല്ലേ, എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പ്രിയപ്പെട്ടവർ. അപ്പം ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവത്തെ പ്രസാദിപ്പിച്ച് സാക്ഷ്യം പ്രാപിച്ചു. അപ്പം ഫെയ്ത്ത് സീക്സ് ടു പ്ലീസ് ഗോഡ് ഇൻ എവ്രിതിങ്. എന്താണ്? വിശ്വാസം ദൈവത്തെ സകലത്തിലും പ്രസാദിപ്പിക്കും. ഇനി
ശകലത്തിലെങ്കിലും പ്രസാദിപ്പിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഹാനോക്ക് പ്രസാദിപ്പിച്ചത് ശകലത്തിലല്ല, സകലത്തിലുമാണ്. നമ്മളോട് ചോദിക്കാം, ആം ഐ പ്ലീസിങ് ഗോഡ് ഇൻ എവ്രിതിങ്? ഞാൻ എൻ്റെ ദൈവത്തെ സകലത്തിലും പ്രസാദിപ്പിക്കുന്നവരാണോ? ഇപ്പം ഞായറാഴ്ച ഇരിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു, ഇപ്പം നമ്മുടെ മുഖം തന്നെ നേരത്തെ അവർ പറഞ്ഞ പോലെ എന്തോ മുഖം കാണാൻ എന്തോ ഒരു സത്യം, ഈ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അടുത്തിരിക്കുന്ന ഭാര്യയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഇവിടെ ഇരിക്കുമ്പം വളരെ കോൺഷ്യസ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. തിരിച്ചങ്ങോട്ട് കാറിലോട്ട് കയറുമ്പോഴേ അവിടാണ് പ്രശ്നം, അല്ലേ? ആരണ്ട് പറഞ്ഞ പോലെ, ശിഷ്യന്മാർ പറഞ്ഞാൽ ഇവിടെ 3 കുടിൽ കെട്ടി ഇവിടെ അങ്ങ് ഇരിക്കുന്നത് കൊള്ളാം, ചൂടാണേലും കുഴപ്പമില്ല, ഇവിടെ അങ്ങ് താമസിച്ചാൽ അതാണ് നല്ലത്, അല്ലേ? ഇവിടെ നമ്മുടെ പ്രശ്നം. നമുക്കൊരു ജീവിതം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിലൂടെ, ജീവിതം കൊണ്ടേ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റൂ. ശരി, അടുത്ത വാക്യം, 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതുണ്ട്, ഉണ്ട്, ഉണ്ട്. അടുത്തത്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും. ഇവിടുത്തെ പ്രശ്നം, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുമെന്ന് പറയാൻ എളുപ്പമാണ്. വെൻ ഐ പ്രേ ഐ ഗെറ്റ് ആൻ ആൻസർ, ദാറ്റ്സ് ഓക്കെ. അതൊരു ജനറൽ വേർഡാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അന്വേഷിച്ച് ഞാൻ ചെന്നാൽ എനിക്ക് ഉത്തരമല്ല, പ്രതിഫലം. ഇഫ് ഐ സീക്ക് ഹിം ഐ വിൽ ഗെറ്റ് എ റിവാർഡ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഉത്തരം വേണോ പ്രതിഫലം വേണോ? ഇനി ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അങ്ങ് മേളിച്ചെല്ലാം കിട്ടാതിരിക്കുക എല്ലാവരും. ഇവിടെ വെച്ച് നമുക്ക് ദൈവത്തിൻ്റെ ഫേവറാണ്, ദൈവത്തിൻ്റെ റിവാർഡ്. പക്ഷേ അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഞാൻ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കണം. അധികാലത്തേ ഞാൻ അവനെ അന്വേഷിക്കും. എൻ്റെ കഷ്ടസമയത്ത് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കും. ഞാൻ എപ്പോഴും എന്നെ തന്നെ താഴ്ത്തി അവൻ്റെ മുഖം ഞാൻ അന്വേഷിക്കും. ഞാൻ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയും. കഷ്ടകാലത്ത് ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ സുഖകാലത്തും എൻ്റെ ദുഃഖകാലത്തും ഞാൻ കിടക്കയിലായിരിക്കുമ്പോഴും എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഉള്ളം അവനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം, അല്ലേ? ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാ, അല്ലേ? അങ്ങനെ അവനെ അന്വേഷിക്കുന്നവർക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അപ്പോൾ അവിടുത്തെ പോയിന്റ് എന്താണ്? ഫെയ്ത്ത് ബിലീവ്സ് ദാറ്റ് ഗോഡ് ആൻസേഴ്സ് ഡിലിജൻറ്റ് പ്രെയർ. അതാണ് ഈ അന്വേഷിക്കുക എന്ന് പറയുന്നത്, ഡിലിജൻറ്റ് പ്രെയർ. ശരിക്കും ചുമ്മാ പ്രാർത്ഥനയല്ല, ശരിക്കും ഞാൻ അവനെ അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ എനിക്ക് ഉത്തരം തരും. അതെന്താണ്? പ്രതിഫലമെന്ന പോലെ എനിക്ക് തരുന്നത്. ഹീ സോ പ്ലീസ്ഡ് ആൻഡ് ഹീ സോ ഹാപ്പി ടു റിവാർഡ് യു. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് മേടിച്ച പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ദൈവം തരുന്ന പ്രതിഫലം അറിയാമോ? മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും പ്രതിഫലവും തന്നെ. നിങ്ങൾക്ക് ദൈവം തന്ന റിവാർഡ്, സിസ്റ്റർക്ക് തന്ന റിവാർഡായിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ ഇവള് പ്രതിഫലമാണെന്ന്? പലപ്പോഴും പിള്ളേരൊക്കെ കിട്ടിയ ലയബിലിറ്റി എന്ന പോലെയാണ് നോക്കുന്നത്. അയ്യോ, അല്ല, ദൈവം നിങ്ങൾക്ക് തന്ന പ്രതിഫലമാണ്, റിവാർഡാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാണോ അത് റിവാർഡ് കൊടുത്തത്, എന്ത് ചെയ്തിട്ടാണോ ചിലപ്പം തോന്നും, അല്ലേ? പക്ഷെ ദൈവമല്ലേ തരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഒരു പ്രതിഫലമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളൊന്നും അങ്ങോട്ട് അന്വേഷിച്ച് അല്ലാതെ നിങ്ങളുടെ കയ്യിലോട്ട് പ്രതിഫലം തന്നെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ദൈവം തരുന്നത്? അതൊന്ന് ചിന്തിച്ചേ. അല്ല ചോദിക്കേ, നിങ്ങൾ പലരും കുഞ്ഞുണ്ടായത് അല്ലെങ്കിൽ ദൈവം കുഞ്ഞുങ്ങളെ തന്നത് ദൈവത്തെ അന്വേഷിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നു. അങ്ങനെയെങ്കിൽ അവനെ ഒന്ന് അന്വേഷിച്ചേ, അവനോട് പ്രാർത്ഥിച്ചേ, അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേ. ദൈവം എന്തൊക്കെ പ്രതിഫലങ്ങളാണ് നിങ്ങൾക്ക് തരാതിരിക്കുന്നത്. നിങ്ങൾ കണ്ണടച്ച് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരുപാട് പ്രതിഫലം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും, പ്രിയപ്പെട്ടവരെ. അതൊന്നും നിങ്ങൾ വിശ്വസിക്കുക. സോ ഫെയ്ത്ത് ബിലീവ്സ് ദാറ്റ് ഗോഡ് ആൻസേഴ്സ് ഡിലിജൻറ്റ് പ്രെയർ. അടുത്ത വാക്യം, 7-ാം വാക്യം. വിശ്വാസത്താൽ നോഹ. അടുത്ത പാർട്ടി ആരാണ്? നോഹ. ഓർമ്മ ഒന്ന് കിടക്കുന്നത്. എവിടെ തൊട്ട് തുടങ്ങി? ഹാബേൽ കഴിഞ്ഞ് ഹാനോക്ക് കഴിഞ്ഞ് നോഹ കഴിഞ്ഞ് തീർന്നു. ഇത്രയും പോലും ഓർമ്മയില്ലെങ്കിൽ ഡെമൻഷ്യ പെട്ടെന്ന് വരും. പകൽ വീട്ടിൽ ചെല്ല്, ഇങ്ങനത്തെ കുറേ എക്സസൈസ് ഉണ്ട്. നമ്മുടെ ഡെമൻഷ്യ ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റുമെന്നാണ് ആ എക്സസൈസ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താണ്? നോഹ എന്ത് ചെയ്യാൻ പോകുന്നു? പറഞ്ഞേ. അതുവരെ കാണാത്തവയെ കുറിച്ച് നോഹ കാണാത്ത എന്തുവാ? മഴ കണ്ടിട്ടില്ല, വെള്ളപ്പൊക്കവും കണ്ടിട്ടില്ല,
അതേ ഉള്ളൂ അവിടുത്തെ പ്രശ്നം, അല്ലേ? മഴ ഇന്ന് വരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കവും കണ്ടിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ചൊരു അരുളപ്പാട് കിട്ടി. എന്താണ്? ഞാൻ വെള്ളം വരുത്തി ഞാൻ എല്ലാത്തിനെയും മുക്കിക്കൊല്ലാൻ പോകുന്നു. അതാണ് കിട്ടിയ അരുളപ്പാട്. അടുത്തത് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ അടുത്തത് രക്ഷയ്ക്കായി. ഈ അരുളപ്പാട് കിട്ടിയപ്പം തനിക്ക് വന്ന ആദ്യത്തെ വികാരം ഭയഭക്തി, അല്ലേ? പുള്ളിക്ക് ആ ഭക്തി ദൈവത്തോടുണ്ടായി, ആ റെവറൻസ്. ആ റെവറൻസ് കൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. അവിടെ നല്ലോണം ഓർക്കണം, അയാൾ ആദ്യം രക്ഷിച്ച അയാളുടെ കുടുംബത്തെയാണ്. നമുക്കറിയാം, ചരിത്രം നോക്കുമ്പോൾ അയാൾ കുടുംബത്തെ മാത്രമേ രക്ഷിച്ചുള്ളൂ. പക്ഷേ ദൈവം ഈ പറഞ്ഞ പോലെ ഇത്രയും സ്നേഹിക്കുന്ന, ആരും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ചാൻസ് കൊടുത്തു. അത് എത്ര വർഷം? 120 വർഷം ഈ പ്രസംഗിയാരെന്ത് ചെയ്തു? പ്രസംഗിച്ചു. എന്നാ നോക്കട്ടെ, ഇതുപോലൊരു ഫെയിൽഡ് പ്രീച്ചറില്ല. കാര്യം എന്താ? ഒരാൾ പോലും കിട്ടിയില്ല. ആലോചിച്ച് നോക്കി, എത്ര വർഷമാണ്? ഭാര്യ പറയായിരിക്കും, എന്തോന്ന് മനുഷ്യ ഈ രാവിലെ മെഗാഫോൺ എടുത്തുകൊണ്ട് ഇറങ്ങും, മഴ മഴ വരുന്നേ. മനസ്സിലാകുന്ന കാര്യം, നടക്കുന്ന കാര്യം വല്ലതും പറയും. ഇത് എന്തോ ഈ പറയുന്നത്? ഇത് കേട്ട് കേട്ട് ഈ പിള്ളേർ സ്കൂളിൽ പോകുമ്പം എല്ലാവരും കളിയാക്കുമായിരിക്കും, എടാ നിൻ്റെ അപ്പൻ എന്തോന്ന് വട്ടാണോ, എന്ത് വേല കിടന്ന് പറയുന്നേ, അല്ലേ? ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ കൃപയാൽ ആ പെട്ടകത്തിൽ 8 പേർ, അല്പജനം. എന്താണ്? താൻ, മിസ്സിസ് നോഹ, 3 മക്കൾ, അമ്മാരെ കെട്ടിയവളുമാർ, ചുരുക്കി പറഞ്ഞാൽ 8 എണ്ണം. ദൈവകൃപയാൽ തൻ്റെ കുടുംബത്തെങ്കിലും താൻ രക്ഷിച്ചു. എൻ്റെ ചോദ്യം, നമ്മുടെ കുടുംബമെങ്കിലും നമ്മളോടൊപ്പം നിത്യതയെ കാണുമോ? ഒന്ന് ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കുന്ന കൊള്ളാം. നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഗൗരവത്തോടുകൂടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ഗൗരവത്തോടുകൂടി അവരുടെ മുമ്പിൽ നിങ്ങളുടെ നല്ല നടപ്പ് അവർ കാണട്ടെ. 3, അവരോട് എങ്ങനെയെങ്കിലും ദൈവസ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴികൾ നോക്കുക. നിങ്ങൾ പലരും വിചാരിക്കുന്നത്, ആ മുടിഞ്ഞ മനുഷ്യനൊന്ന് ഇങ്ങോട്ടൊന്നും ഞായറാഴ്ച വന്നിരുന്നെങ്കിൽ അയാളൊന്ന് ഗുണപ്പെട്ടേനെ, ഇവിടെയൊന്നും പിടിച്ചുകൊണ്ട് വന്നാലൊന്നും അയാൾ ഗുണപ്പെടുത്തില്ല. ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ ഒന്ന് വീട്ടിൽ വരുമോ, അയാളടുത്ത് ഒന്ന് സംസാരിക്കുമോ? ഇങ്ങോട്ട് വിളിച്ചാൽ വരത്തില്ല, പക്ഷേ പാസ്റ്റർ ഡാമിന് കയറി വന്നാൽ മതി. അയാൾക്ക് പുറകെ കൂടെ ഇറങ്ങി ഓടാൻ സൗകര്യം കൊടുക്കാതെ വന്ന് അയാൾ അമുക്കിയിട്ട് പിടിച്ചാൽ ചിലപ്പോൾ അങ്ങനൊന്നും ഒരാളെ രക്ഷിക്കപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരാളെ അമുക്കിയിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അയാൾ അതിലെ കൂടെ തന്നെ പോവുകയും ചെയ്യും. അങ്ങനെ എത്ര കൊണ്ട് തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതിനേക്കാളും സ്പീഡിൽ പോയിട്ടുമുണ്ട്. ഞാൻ എന്തൊക്കെ ഇങ്ങ് തുറന്നു പറയും, നിങ്ങൾ ചിരിച്ചോ, പക്ഷേ ഐ ആം ടെല്ലിങ് ദ ട്രൂത്ത്. That's not the way. By faith. Faith takes God's warnings seriously. എന്താണ്? വിശ്വാസം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുക്കുന്നു. മഴ വരുന്നു, പ്രളയം വരുന്നു എന്ന് പറഞ്ഞപ്പം അതെന്ത് ചെയ്തു? ഗൗരവമായിട്ട് നോഹ എടുത്തു. ഇനി മഴ അങ്ങ് വിടാൻ, വെള്ളപ്പൊക്കം വിടാം, അത് ചരിത്രം നമുക്കറിയാം. പക്ഷെ ഇന്നും ഈ വേദവസ്തുത്തിൽ അന്ത്യകാലത്ത് ചിലതൊക്കെ സംഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അന്നാളിൽ നിങ്ങൾ ഭൂകമ്പങ്ങൾ, ഭൂമികുലുക്കങ്ങളെക്കുറിച്ച് കേൾക്കും. പിന്നെ ഞാൻ മ്യാൻമാറിലും ബാങ്കോക്കിലും എത്ര തുടർച്ചലനം ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഇന്നലെ രാത്രി അതിൻ്റെ ഒരു വീഡിയോ, വളരെ സ്കെയറി, കണ്ടാൽ പേടിച്ചു. ആ കെട്ടത്തിനകത്തേക്ക് ഇരിക്കുമ്പം ഹോട്ടലിൻ്റെയൊക്കെ കെട്ടം കിടന്ന് ആടിയിട്ട് 24ാമത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മുഴുവനും കൂടെ കവിഞ്ഞങ്ങി വരുന്നു. അയ്യോ, അത് ആടുന്ന ആട്ടം കണ്ടപ്പോൾ ഒന്ന് ചിന്തിക്കരുത്, ദൈവമേ നമ്മളിതെല്ലാം കണ്ടിട്ടും ഭൂകമ്പങ്ങൾ, ഭൂമികുലുക്കങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അല്ലേ, ജാതിയോട് എതിർക്കുന്നത്, ഇതെല്ലാം നമ്മുടെ കൺവട്ടത്തിങ്ങനെ കണ്ടിങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് റിമോട്ടിങ്ങനെ മാറ്റി ഓരോ ചാനലും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ TV-യിൽ ഇതിനെക്കുറിച്ച് ഓരോ കാഴ്ച കാണുമ്പോഴും ആക്ച്വലി ഇറ്റ്സ് എ വാർണിംഗ്. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, does your faith take these warnings seriously? നോഹ ഇത് പ്രസംഗിച്ചപ്പം ഈ പറഞ്ഞ അവിടെയുള്ള ജനം ആരും ആ വാർണിംഗ് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ പാവൻ നോഹ എടുത്തിട്ടൊരു പെട്ടകം പണിഞ്ഞു. അതുകൊണ്ട് ആ പെട്ടകത്തിൽ കയറി താനും തൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു. ഇന്ന് എനിക്കും നിങ്ങൾക്കും മുമ്പിലും ഇതേപോലെ ദൈവം ആ വാർണിങ്സ് ഈ വചനത്തിലൂടെ അത് മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ അത് കാണുന്നു. ഇത് എഴുതിയത് വായിച്ചിട്ടും കൺമുമ്പിൽ കണ്ടിട്ടും നമ്മൾ ആ വാർണിങ്സ് ഗൗരവമായി എടുക്കാതെ നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ ജീവിതത്തിലൊരു ദൈവഭയം ഉണ്ടോ? അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഭയഭക്തി പൂണ്ട് പെട്ടകം തീർത്തു. ഭയഭക്തി പൂണ്ട്. ഹൗ ഡസ് ഇറ്റ് കം ഇൻ ഇംഗ്ലീഷ് ആക്ച്വലി? റെവറൻഷ്യൽ ഫിയർ. ഓക്കെ,
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തെക്കുറിച്ചൊരു റെവറൻഷ്യൽ ഫിയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വാർണിങ്സ് നമ്മൾ ഗൗരവമായിട്ട് എടുക്കും. നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന പെട്ടകം നമ്മൾ തീർക്കും. നല്ലോണം ഓർക്കണം, ആ പെട്ടകം നമ്മൾ തീർക്കണം. ആ യേശു ആ പെട്ടകമായി നമ്മൾ പറയുമ്പോഴും ആ പെട്ടകത്തിൽ പോയി കയറാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ മാത്രം കയറിയാൽ പോരാ, നമ്മുടെ കുടുംബം അതിനകത്ത് കയറണം പ്രിയപ്പെട്ടവരെ. അത് ഇന്നൊരു ഗൗരവമായിട്ട് എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തൊരു ബാക്കിയുണ്ടെങ്കിൽ ഇന്നു മുതൽ കർത്താവെ ഞാനത് ഗൗരവമായി എടുക്കുന്നു. കർത്താവെ, വരുവാനുള്ള വലിയ നാശത്തിൽ കർത്താവെ എൻ്റെ കുടുംബം നശിക്കരുത്, ഒരു കുളം പോലും ബാക്കിയില്ലാതെ ഞാൻ അവരെയും കൂട്ടി കർത്താവെ നിത്യതയിൽ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഇന്നു മുതൽ ഞാൻ കർത്താവെ പ്രാർത്ഥിക്കുകയും ചില നടപടികൾ എടുക്കുകയും ചെയ്യും എന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. ഫെയ്ത്ത് ടേക്സ് ഗോഡ്സ് വാർണിങ്സ് സീരിയസ്ലി. അടുത്ത വാക്യം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ. അടുത്ത ആള് ആരാണ്? അബ്രഹാം. ഇദ്ദേഹം വലിയ ആളാട്ടോ, വിശ്വാസികളുടെ പിതാവ് അല്ലേ. ഇദ്ദേഹത്തിനാണ് ആ ഒരു പട്ടം ചാർത്തി കൊടുത്തത്. എന്താണ്? വിശ്വാസികളുടെ പിതാവ്. ഈ വിശ്വാസികളുടെ പിതാവാൻ കാരണം എന്താ? അതുവരെ തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ തനിക്ക് അവകാശമായിട്ടൊരു സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണം? യാത്രയാവാൻ, അതായത് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം. എവിടേക്ക് പോകുന്നു എന്നറിയാതെ, നിങ്ങൾ ആരെങ്കിലും എവിടേക്ക് പോകുന്നു എന്നറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഇറങ്ങുന്ന ഒരു കൂട്ടരേ ഉള്ളൂ. പ്രായമായി നേരത്തെ ഞാൻ പറഞ്ഞ രോഗലക്ഷണം ഉള്ളവരെന്ത് ചെയ്യും? ചിലപ്പം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഈ വഴി കൂടെ കയറി ജംഗ്ഷനിൽ ചെന്ന് പിന്നെ അങ്ങോട്ട് പോയപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, തിരിച്ച് എവിടെ നിന്നാണ് വന്നേന്ന് അങ്ങോട്ടങ്ങ് പോകാം. അടുത്ത പ്രശ്നം, ഞാൻ എവിടെ നിന്നാണ് വന്നേ? അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരൊക്കെ പുറത്തിറങ്ങുമ്പം ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഒരു അഡ്രസ്സൊക്കെ എഴുതി പോക്കറ്റിൽ വെച്ചേക്കണമെന്ന് പറയുന്നത്. കാരണം ആരെങ്കിലും കൊണ്ടെങ്കിലും വീട്ടിൽ വിടാം. സത്യം പറഞ്ഞ ഈ അബ്രഹാമിൻ്റെ ഇറക്കം എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇറങ്ങി. അതാണ് വിശ്വാസം. ഇന്ന് നമ്മളിപ്പോൾ എൻ്റെ അടുത്താണ് കർത്താവ് പറഞ്ഞത്, മോനെ നീ രാവിലെ ഒന്ന് ഇറങ്ങണം കേട്ടോ, നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അപ്പം ഞാൻ ചോദിക്കുക, ആ ഗൂഗിൾ മാപ്പ് ഒന്ന് ഇട്ടേക്കണേ ലിങ്ക്. ഇന്ന് ഗൂഗിൾ ലൊക്കേഷൻ അയക്കാതെ ഞാൻ പോകത്തില്ല. അന്ന് ഗൂഗിൾ മാപ്പ് ഇല്ലാത്തതിനായിട്ട് സ്തോത്രം. ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാം ചോദിച്ചേനെ. ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാരണം എനിക്കിവിടെ പറഞ്ഞിട്ടെങ്കിലും പോകണം. ഇനി പറഞ്ഞ ആരെ ബോധ്യപ്പെടുത്താനാ? ഈ പുള്ളിക്കാരത്തി ചോദിക്കത്തില്ലേ, ചേട്ടാ എങ്ങോട്ടാണ് നമ്മളീ പോകുന്നത്? എനിക്കറിയത്തില്ല. എന്നാലും ഇതാണ്ട് ഇവിടെ വേലക്കാരൊക്കെ ചോദിക്കുന്നത് എങ്ങോട്ടാ, അയൽക്കാരൊക്കെ ചോദിക്കുന്നത് എങ്ങോട്ടാ. എനിക്കെന്ന് അവിടെ അടുത്ത് പറയണം, യാത്ര വയ്ക്കാൻ പോകുമ്പോൾ എനിക്ക് പറയണം എങ്ങോട്ടാണ് പോകുന്നത്. അവരെല്ലാം ചോദിക്കുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. നിങ്ങൾ ഇന്ന് വരെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ടോ? തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നിട്ട് സാറേ എങ്ങോട്ടാ? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അങ്ങനെ ഒരു ബസ്സില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുക, അവിടെ ഒരു പോലീസുകാരൻ ചോദിക്കുക, സാറേ എങ്ങോട്ടാണ് പോകുന്നത്? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ആലോചിക്കുക, ലുക്ക് അറ്റ് ദ കൺഫ്യൂഷൻ. പക്ഷെ അങ്ങനെ വിശ്വസിച്ചിറങ്ങിയ മനുഷ്യൻ്റെ കാര്യം ഇത്രായിരം കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു. അതാണ് വിശ്വാസം. When God calls you, He may not give you all the details and He doesn't have to. But if you trust Him, you will gladly step out in faith. വിശ്വാസത്താൽ പടിയെടുത്ത് വയ്ക്കും, കാലെടുത്ത് വയ്ക്കും, മുന്നോട്ട് പോകും. കാര്യം വിളിച്ചവൻ വിശ്വസ്തൻ. The one who called me is faithful. വിശ്വസ്തൻ വിളിച്ചാൽ നമ്മൾ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കും. എത്ര പേര് ആമേൻ പറയും? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കാലെടുത്ത് വെച്ച് മുന്നോട്ടിറങ്ങ്. ദൈവം നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. എൻ്റെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. ഫെയ്ത്ത് ഒബേയ്സ് ഗോഡ് വിത്തൗട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്? ഫെയ്ത്ത് ഒബേയ്സ് ഗോഡ് വിത്തൗട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിക്കാതെ ദൈവത്തെ അനുസരിക്കും. ഇന്ന് നമ്മളിലെ കൊച്ചു പിള്ളേരെ വളർത്തുന്നവർക്കറിയാം, ഈ ഒരു പ്രായം പിള്ളേർ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും, പുറത്തോട്ടെങ്കിലും നടക്കാൻ കൊണ്ടുപോയിക്കേ, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, ഇതെന്താ. സത്യം പറഞ്ഞാൽ ദേഷ്യം വരും. കുഞ്ഞിനറിയണ്ടാത്ത ഒന്നുമില്ല.
ഇന്ന് നമ്മളും ഈ പറഞ്ഞാൽ അതിനേക്കാളും കഷ്ടമാണ്. ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതെന്തിനാ അല്ലേ? നമ്മളും അങ്ങ് ചോദ്യം കൊണ്ട് ദൈവത്തെ അങ്ങ് മുഷിപ്പിക്കും. പക്ഷെ അബ്രഹാം ഒരു ചോദ്യം ചോദിച്ചില്ല. നിനക്കറിയാമോ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴല്ല ചോദ്യം ചോദിക്കാത്തത്. ഇസാക്കിനെ പോയി യാൻ കഴിക്കാൻ പറഞ്ഞപ്പോഴും ഒരു ചോദ്യം ചോദിച്ചില്ല. നമ്മളായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ. വി കാണ്ട് ഈവൻ കമ്പയർ അവർസെൽവ്സ് വിത്ത് സച്ച് മെൻ ഓഫ് ഗോഡ്. ഈ വിശ്വാസ വീരന്മാരുടെയൊക്കെ കാര്യം നമ്മളിപ്പം വായിക്കുമ്പം നമുക്കൊന്നും ആ ഏരിയ വരാൻ പറ്റുന്നില്ല. അതുപോലായിരുന്നു അവരുടെ വിശ്വാസം. ചുമ്മയാണ് അവരുടെയൊക്കെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു. ചോദ്യം ചോദിക്കാതെ പുറപ്പെടും വിശ്വാസം. അടുത്തത് 9-ാം വാക്യം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. മതി, അവിടെ നോക്കിയേ. അവിടെ ഇറങ്ങി വാഗ്ദത്ത ദേശത്ത് എത്തി എന്ന് വെച്ചോ. പക്ഷെ അവിടെ ചെന്നപ്പോഴെങ്ങനെയാണ്? ഒരന്യദേശത്തെന്ന പോലെ. ഇവിടെ വാഗ്ദത്ത ദേശത്താണെങ്കിൽ പിന്നെ എന്തിനാ അന്യദേശത്തെന്ന പോലെ നിൽക്കുന്നത്? വാഗ്ദത്ത ദേശമല്ലേ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഡെസ്റ്റിനി അല്ല. പക്ഷെ അബ്രഹാമിന് ഒരു കാര്യം അറിയായിരുന്നു, അതൊക്കെ ശരിയാ, അതൊക്കെ ശരിയാ. പക്ഷെ അവിടെ ഞാനൊരു അന്യദേശത്തെന്ന പോലെ ഒരു പരദേശിയായിട്ട് എന്ത് ചെയ്യും? ഞാൻ എവിടെ പാർക്കും? എവിടെ പാർക്കും? കൂടാരങ്ങളിൽ പാർക്കും. ഈ ഭൂമിയിൽ നമ്മൾ എത്രയൊക്കെ ഉന്നതരാണെങ്കിലും നമ്മളിവിടെ അന്യരും പരദേശികൾ എന്ന പോലെ വേണം പാർക്കാൻ. നമുക്ക് വീടൊക്കെ ദൈവം തരും, പക്ഷേ അതൊരു കൂടാരം മാത്രമാണെന്ന് ഓർത്തോണം. നിങ്ങളുടെ വീട്ടിൽ പറയാൻ വേറെ ഒന്നും, അതായത് നിങ്ങൾ തട്ടിപ്പോകുമ്പം ഒരു ഷാമിയാന ഇടും ഫ്രണ്ടിൽ, പന്തലെന്ന് പണ്ട് പറയും അല്ലേ? അങ്ങോട്ട് മറ്റേ അതൊക്കെ ഇപ്പം നല്ല പടപട പറഞ്ഞ് തീരുന്നതിന് മുമ്പ് എല്ലാം മറ്റേ ഇതൊക്കെ ഇട്ട് വെള്ള തുണിയൊക്കെ അടിച്ച് ഒരു കറുപ്പ് ബോർഡറൊക്കെ ഇട്ട് നീറ്റായിട്ട് നിങ്ങളുടെ നിങ്ങളെ അടുത്ത ദിവസം കിടത്തി അവിടെ നല്ല എടുത്തുകൊണ്ട് പോന്നേ. പക്ഷെ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ ഇല്ല ആംബുലൻസ് അങ്ങോട്ട് വിട്ടതിൻ്റെ പുറകെ ഒരുത്തം വന്ന് അത് അഴിച്ച് പറക്കി എടുത്തോട്ട് പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ആയുസ് 1-1.5 ദിവസമേ ഉള്ളായിരുന്നു, കൂടിപ്പോയി. ഇത്രയേ ഉള്ളേ. ഇതുപോലെ ഉള്ളൂ നിങ്ങളുടെ എത്ര സ്ക്വയർ ഫീറ്റാ? എത്ര ഉണ്ട് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ? ഈ ഒരു ബോധ്യം വേണം അല്ലേ? ഇനി എവിടെയെങ്കിലും ഈ ഷാമിയാന ഇട്ട കണ്ട ഓർത്തോണം, ഇതാണ് എൻ്റെ അവസ്ഥ. ഒരിക്കലൊരു പറയുന്ന ശരിയാണോ, ഒരിക്കലൊരു വലിയൊരു മുതലാളിയുടെ മരണസമയത്ത് ഞാൻ ആ വീട്ടിൽ ഓടിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ വലിയ വീടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ വീട്ടിൽ വെച്ച് അവിടെ അടക്കിയില്ല, അവരുടെ നാട്ടിൽ കൊണ്ടടക്കി. അപ്പം ആംബുലൻസിൽ ആ ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നപ്പം ആ വീടിനകത്തോട്ട് പോലും ബോഡി വയ്ക്കാതെ ആ കാർ പോർച്ചിൽ ഒരു ബെഞ്ചിട്ട് അവിടോട്ട് ഇറക്കി വെച്ചു, കുറച്ച് നേരം അവിടെ ഉള്ളവർ കാണാൻ. ഇവർ വിശ്വാസികളാണ്, പക്ഷേ പ്രശ്നം ഇവർ മറ്റൊരു സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ട് ഇവർ മാത്രമേ ഉള്ളൂ വിശ്വാസികൾ. അപ്പോൾ വലിയ സപ്പോർട്ടില്ല അവിടെ. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി, ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും വലിയൊരു വീട് വെച്ച് ഒരു വലിയ തോട്ടം, ഒരു എസ്റ്റേറ്റിന് നടുക്ക് ബംഗ്ലാവാണിത്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി വെച്ചത് ആ കാർ പോർച്ചില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവിടെ ഒന്നും ആരുമില്ല. അവസാനം എനിക്ക് തോന്നി, ഇവിടെ എന്തൊരു കഷ്ടമാണ്, ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പോൾ ആരോ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ചെന്നൊരു വാക്ക് പ്രാർത്ഥിച്ചു, തിരിച്ച് അതങ്ങ് ഒരു നാട്ടിലോട്ടങ്ങ് പോയി. അപ്പം ഞാൻ ഓർത്തു, അദ്ദേഹം ജീവിച്ചിരുന്നപ്പം അദ്ദേഹം ആ പോർച്ചിലൊരു കസേരയിട്ടിരുന്ന് കാണത്തില്ല, പക്ഷെ മരിച്ചപ്പം ആ പോർച്ചിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ 10 മിനിറ്റേ വെച്ചുള്ളൂ, അപ്പോഴത്തേക്ക് എടുക്കുകയും ചെയ്തു. നമ്മൾ എത്ര വലിയ വീട് വെച്ചാലും ഓർത്തോണം, ഈ ഭൂമിയിലാണെങ്കിൽ അതൊരു കൂടാരം മാത്രമാണ്. പ്രത്യേകിച്ച് വിശ്വാസം എന്താണ് അവിടെ വിഷയം? ഒരു വാഗ്ദത്ത ദേശത്ത് ചെന്ന് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അടുത്ത വാക്യം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഫെയ്ത്ത് ലിവ്സ് വിത്ത് എറ്റേണിറ്റി ഇൻ വ്യൂ. വിശ്വാസം നിത്യതയെ കണ്ണുകൊണ്ടാണ് ജീവിക്കുന്നത് ഈ ഭൂമിയിൽ. ഇന്ന് പ്രശ്നം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം എപ്പോഴെങ്കിലും ഒന്ന് നിത്യതയെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടോ?
ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇവിടെ കണ്ണടച്ചാൽ നമ്മൾ എവിടെ പോയി കണ്ണുറക്കാൻ പോകുന്നത്? ഞാൻ വളരെ ഗൗരവമായിട്ടാണ് ചോദിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്നും നമ്മളിങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിന് പ്രായം ഒരു വിഷയമല്ല, നമുക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. ഏത് പ്രായത്തിലുള്ളവരും മരിക്കാം, അല്ലേ? വലിയ രോഗമൊന്നും ഇല്ലാത്തവർക്കും മരിക്കാം. ഈ കഴിഞ്ഞ 1 മാസം 2 മാസത്തിനകത്ത് നമ്മുടെ തന്നെ ചില മരണങ്ങൾ നമ്മൾ കണ്ടല്ലോ, അല്ലേ? ഒരു കുഴപ്പമില്ല, വീട്ടിൽ വെച്ച് ഇരുന്ന് അങ്ങോട്ടങ്ങ് ചാഞ്ഞ് അങ്ങ് മരിച്ചു. ആലോചിച്ച് നോക്കിയേ, തമിഴിൽ പറയും ഉള്ള പോണ മൂച്ച് വെളിയെ വരാട്ട പോച്ച്. അത്രയേ ഉള്ളൂ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം, ഈ ശ്വാസം അങ്ങ് പോയാൽ പിന്നെ എവിടാ നമ്മളെ പെട്ടി വയ്ക്കും, അതല്ല വിഷയം. പെട്ടി വയ്ക്കുന്ന എവിടെ കൊണ്ട് അടക്കുന്നു എന്നുള്ള വിഷയം. നമ്മൾ എങ്ങോട്ടാ ചെന്ന് കണ്ണ് തുറക്കുന്നത്? ഇവിടെ കണ്ണ് അടയ്ക്കും, പക്ഷെ അവിടെ പോയി കണ്ണ് തുറക്കുന്ന എവിടാ? ഇവിടെ കണ്ണടച്ചിട്ട് ഇവിടെ ഒന്നും കറങ്ങി നടക്കത്തില്ല, 40 ദിവസം ഒന്നും കറങ്ങി നടക്കത്തില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റാ, അങ്ങനെയൊന്നും ബൈബിൾ പറയുന്നില്ല. ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ വിട്ടുപിരിയുമ്പം ക്രിസ്തുവിനോട് ചേരുക, അതാണ് അത്യുത്തമമായ കാര്യം, അല്ലേ? അങ്ങനെയെങ്കിൽ ഫെയ്ത്ത് ലിവ്സ് വിത്ത് എറ്റേണിറ്റി ഇൻ വ്യൂ. നിത്യതയെ ലാക്കാക്കിയാണ് വിശ്വാസം ഇവിടെ ജീവിക്കുന്നത്. വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുമെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്ത നിത്യതയായിരിക്കണം. ഈ ഭൂമിയിലൊന്നും അല്ല നമ്മുടെ വിഷയം, നിത്യത ഞാൻ എവിടെ ചെലവഴിക്കും എന്നുള്ളതാണ് വിഷയം. ഓക്കെ, അടുത്ത വാക്യം. വിശ്വാസത്താൽ സാറയും. ഇവിടെയാണ് ഒരു സഹോദരിയുടെ പേര് വന്നത്. നിങ്ങൾ ഇത്രയും നാൾ ഈ പുള്ളിക്കാരത്തെ എന്തൊക്കെ പറഞ്ഞു? അവർ പാവം, ഒരു ശല്യമില്ലാത്ത സ്ത്രീയായിരുന്നു. പക്ഷെ അവരൊരു കാര്യം ചെയ്തു. ഒരിക്കൽ വീട്ടിൽ വന്ന ദൈവദൂതന്മാർ അബ്രാമിനോടൊരു കാര്യം പറഞ്ഞപ്പം ഈ പാവത്ത് എന്ത് ചെയ്തു? ഈ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്, മുന്നേ വന്ന് ആണുങ്ങളോട് ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്ത്, കർട്ടൻ്റെ പുറകെ കതവിൻ്റെ പുറകെ മറഞ്ഞു നിന്നു. അപ്പം ഇവരിങ്ങനെ നിനക്കൊരു കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പം ഈ പുള്ളിക്കാരത്തി ചിരിച്ചത് ഇച്ചിരി ഉറക്കെയായിപ്പോയി. പൊത്തിയാണ് ചിരിച്ചത്, പക്ഷേ കേട്ടു. ഉടനെ അവർ പിടിച്ചു. എന്തിനാ അവൾ ചിരിച്ചത്? നിൻ്റെ ഭാര്യ എന്തിനാ ചിരിച്ചത്? അല്ലേ? ആ ചിരിച്ചതിൻ്റെ കാര്യം വായിക്കാം. വായിച്ചാട്ടത്. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. കണ്ടോ, നമ്മൾ സാറാ ചിരിച്ചു എന്നായി പറയുന്നത്. അവിടെ സാറായെ പറ്റി ഒരു സാക്ഷി എഴുതിയിരിക്കുന്നു. അവൾ എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. ഇങ്ങനൊരു വാക്യം കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാം പറയുന്നത് അബ്രഹാം വിശ്വസിച്ചു എന്നാ. ഇവിടെ ആണ് എടുത്തെഴുതിയിരിക്കുന്നത് സാറായും വിശ്വസിച്ചു. ഇതും കൂടെ ഓർക്കണം. അബ്രഹാം മാത്രം വിശ്വസിച്ചാൽ പോരാ, സാറായും വിശ്വസിക്കണം, അല്ലേ? അവർ രണ്ടുപേരും അവർ ഒന്നിച്ചവർ വിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. കണ്ടോ, അതാണ് വിശ്വാസം. അപ്പം എന്താണ്, വാട്ട് ഈസ് ദ പോയിന്റ് ദേ? ഫെയ്ത്ത് ലുക്സ് ടു ഗോഡ് അലോൺ, അല്ലേ? വിശ്വാസം ദൈവമോഹത്തേക്ക് മാത്രം നോക്കും. കാര്യം വാഗ്ദത്തം ചെയ്തവൻ ദൈവമാ, അവൻ വിശ്വസ്തനുമാ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നോക്കാൻ എങ്ങുമില്ല, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ആൻഡ് ലവ്സ് അറ്റ് ഇമ്പോസിബിലിറ്റീസ്, അസാധ്യങ്ങളെ കണ്ട് ചിരിക്കും. ഇപ്പം പറ, സാറ എന്തുവാ ചിരിച്ചേ? നിങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് സാറ അവിശ്വാസം കൊണ്ട് ചിരിച്ചെന്നാ. സത്യം പറഞ്ഞ അമ്മച്ചി ചിരിച്ച അതല്ല. സത്യം അമ്മച്ചി ചിരിച്ചത് അസാധ്യം എന്ന് നിങ്ങളൊക്കെ പറയുന്നില്ലേ? ദേ എൻ്റെ ദൈവം പറയുന്നു അടുത്ത വർഷം ഈ സമയം ഒരു കുഞ്ഞുണ്ടാവുമെന്ന്. നിങ്ങളെല്ലാവരും അസാധ്യം എന്ന് പറഞ്ഞപ്പം അവൾ അസാധ്യത്തെ നോക്കി അടിച്ചൊരു ഉറക്കെ ആയിപ്പോയി. അതുകൊണ്ടാ എന്തുവാ അബ്രാമേ അവർ കളിയാക്കി ചിരിച്ചേ? അപ്പോൾ സാറ ഞാൻ ചിരിച്ചില്ല, ഇല്ല ചിരിച്ചു. പക്ഷേ സാറ ചിരിച്ചത് അസാധ്യങ്ങളെ നോക്കിയാൽ ചിരിച്ച്. അങ്ങനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇഫ് യു ഹാവ് ഫെയ്ത്ത് യു വിൽ ലാഫ് അറ്റ് ഇമ്പോസിബിലിറ്റീസ്. അസാധ്യങ്ങളെന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നതിനെ, ആ അവസ്ഥയെ കണ്ടിട്ട് നമ്മൾ ചിരിക്കും. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് പോവാം. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഓക്കെ, എങ്ങനെയുണ്ട്? അടുത്ത 13-ാം വാക്യത്തിലേക്ക് വന്നേ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ
ഇവരെല്ലാവരും എന്ന് പറയുമ്പം ഈ വിശ്വാസ വീരന്മാരുടെ എല്ലാവരും തന്നെ അവരെന്ത് ചെയ്തു? വാഗ്ദത്ത നിവൃത്തി അവർ പ്രാപിച്ചില്ല. അവർ പലരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവരെന്ത് ചെയ്തു? ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ചും, പക്ഷെ ഭൂമിയിൽ അവർ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞു. കണ്ടോ, അവരെപ്പോഴും ഏറ്റു പറയുന്നത് എന്താ? ഈ ഭൂമിയിൽ നമ്മൾ അന്യർ. അന്യർ എന്ന് പറഞ്ഞാൽ എന്തുവാ ഇംഗ്ലീഷിൽ എങ്ങനെ? സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫോറിനേഴ്സ്. ഈ ഭൂമിയിൽ നമ്മൾ അന്യരാ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യണം, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇതൊന്നും നടക്കത്തില്ല. നമ്മൾ അന്യരാ. അടുത്തതാരാ? ഈ പരദേശികൾ എന്നുള്ളത് ചുമ്മാ പാട്ടി മാത്രം പാടിയാൽ പോരാ. ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങട്ട് പാട്ട് പരദേശികൾ എന്നോ, ഇതൊക്കെ പാടാനൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. ഐ എം എ ഫോറിനർ, ഐ എം എ സ്ട്രേഞ്ചർ ഹിയർ. അതിൻ്റെ അർത്ഥം എന്താ? ദ വേൾഡ് ഈസ് നോട്ട് മൈ ഹോം. സിംറീസിൻ്റെ ഒരു പാട്ടുണ്ട്. എന്താണ്? ദ വേൾഡ് ഈസ് നോട്ട് മൈ ഹോം. ഇത് എൻ്റെ വീടല്ല, എൻ്റെ വീട് വേറെയാണ്. ശരി, അതിൻ്റെ 37-ാമത്തെ വാക്യം, ഇതിൻ്റെ 2-ാം പാതി വായിച്ചേ. 37 അത് മലയാളത്തിൽ തിരിച്ചായിരിക്കും. ഓക്കെ. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. 38 കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം? ഈ ലോകം നമുക്ക് യോഗ്യമാണെന്നങ്ങ് തോന്നുന്നു. ഈ ലോകം നമ്മുടേതാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ലോകത്തിനുള്ളവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ മോഹങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാം മോഹിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അടുത്ത ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫെയ്ത്ത് കൺഫെസസ് വാട്ട്? ദിസ് വേൾഡ് ഇസ് നോട്ട് മൈ ഹോം. വിശ്വാസം എന്താ എപ്പോഴും പറയുന്നത്? ഈ ലോകം എനിക്ക് യോഗ്യമല്ല. ഐ എം ജസ്റ്റ് എ പാസിങ് ത്രൂ. അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു വഴിപോക്കം മാത്രമാണ്. കുറച്ചാൾ ഞാനിവിടെ താമസിച്ചു, അത്രയേ ഉള്ളൂ. ഒരു ടെമ്പററി റെസിഡൻ്റായിട്ട് ഞാനിവിടെയുണ്ട്. പിന്നെ നിങ്ങൾ ഈ മക്കളെ കാനഡയ്ക്കും ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു വലിയ തലവേദനയും ടെൻഷനും പ്രാർത്ഥനാ വിഷയമാണ്. ഈ വെള്ളിയാഴ്ച എത്ര അമ്മച്ചിമാരാണെന്നറിയാം ഉപവസിക്കുന്നത്. എന്തിനാ? PR. എന്താണ് ഈ PR? പെർമനൻ്റ്. പാർശ്വമായി പ്രാർത്ഥിക്കണേ, മോള് പോയി, പക്ഷെ PR അടിച്ചില്ല. PR അടിച്ചാലേ ഇവിടെ വന്നൊരുത്തന്നെ മണ്ണുണ്ണിയെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? അതാ ഈ പ്രശ്നം. സോറി, ഈ PR ഒന്ന് അടിച്ചു കിട്ടണം, കല്യാണം നടത്തണം. ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയിൽ നിങ്ങൾ PR ആണോ? UK നിങ്ങൾ PR ആണോ? ഓസ്ട്രേലിയ നിങ്ങൾ PR ആണോ? വിച്ച് ഈസ് യുവർ PR? നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസ് എവിടാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തുവാ? ടെമ്പററി. ഒരു ടെമ്പററി പെർമിറ്റേ നമുക്ക് അടിച്ചു വന്നിട്ടുള്ളൂ ഈ ഭൂമിയിൽ. അത് 70 ഏറെയായാൽ 80. പക്ഷെ നമുക്കൊരു പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ട്, പ്രിയപ്പെട്ടവർ. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഓൾവേസ് കൺഫെസസ് ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം ആൻഡ് ഐ എം ജസ്റ്റ് പാസിങ് ത്രൂ. അല്ലേ? എൻ്റെ വാക്കുകൾ ഞാനങ്ങ് നിർത്തുക. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി ഉണ്ട്. കർത്താവിനെ വെച്ച് നമുക്ക് പിന്നെ അടുത്ത ദിവസങ്ങളിൽ നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെയും മിനിഞ്ഞാന്ന് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥനയിലിരുന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് മിനിഞ്ഞാന്ന് രാവിലെ എനിക്ക് തന്നൊരു വാക്യം ഇതേ അധ്യായത്തിൽ അതെന്നെ ഒത്തിരി തൊട്ടു. ഞാനിവിടെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അതുകൂടെ പറഞ്ഞു. അത് നിങ്ങൾ അനേകർക്ക് അത് വലിയ അനുഗ്രഹമായെന്ന് എനിക്കറിയാം. അന്ന് വൈകിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു, ഇന്നലെ രാവിലെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ഇന്നലെ വൈകിട്ടും അത് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പം ഞായറാഴ്ചയും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അത് 2 വാക്കിൽ അങ്ങ് പെട്ടെന്ന് പറഞ്ഞേക്കാം. ഇബ്രാഹിം 12-ാം അധ്യായം 20, 21, 22. ഹീബ്രൂസ് ചാപ്റ്റർ 11, 20, 21, 22 വായിക്കാം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ വിശ്വാസത്താൽ ഇസാക്ക് 20 വിശ്വാസത്താൽ ഇസഹാക്ക്
യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഇത് ഓർക്കണം. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? തൻ്റെ മക്കൾ രണ്ടുപേരെയും അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, അവരെ അനുഗ്രഹിച്ചു. ഐസക് ബ്ലെസ്ഡ് ബോത്ത് ഓഫ് ദം. ഞാൻ ചോദിച്ചോട്ടെ, അത് എന്തു പറഞ്ഞാണ് അനുഗ്രഹിച്ചത്? അവരുടെ ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അവർ ഭാവിയിൽ എന്തായി തീരും എന്ന് പ്രവചിച്ച് അവരെ അനുഗ്രഹിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നമ്മുടെ തലയെ കൈവച്ചൊരു പ്രവാചകം വന്നാൽ എന്ത് ചെയ്യും? പ്രവചിക്കും, പക്ഷെ അനുഗ്രഹിക്കത്തില്ല. എൻ്റെ തലയിലൊക്കെ ഇഷ്ടംപോലെ പ്രവാചകന്മാരെന്ന് കൈവച്ച് എന്നെ തലയിൽ പ്രവചിച്ചിട്ടുണ്ട്, ഉള്ള പറയണമല്ല. പക്ഷേ ഒരു പ്രവാചകനും ഇന്ന് വരെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയാം. നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ തലയിൽ കൈവച്ച് ഏതെങ്കിലും പ്രവാചകൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ തലയിൽ കൈവച്ച് മകനെ എന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ചിട്ടുണ്ട്, പക്ഷേ അനുഗ്രഹിച്ചിട്ടില്ല. അനുഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കളാണ്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. പക്ഷെ എന്ത് പറഞ്ഞ് അനുഗ്രഹിക്കണം? അവരുടെ ഭാവി പറഞ്ഞ് അനുഗ്രഹിക്കണം. പക്ഷെ ഇന്നത്തെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതിന്? മോനെ, നീ M.Tech എടുത്തിട്ട് അവിടെ പോയി നീ PhD എടുത്തിട്ട് നീ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് ആവണം. ഇതാണ് ഭാവി കാലം പ്രവചിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്തു പറഞ്ഞ് അനുഗ്രഹിക്കുന്നത്? ഈ യാക്കോബ് പിന്നീട് ഇസ്രായേൽ എന്നുള്ള പേര് ദൈവം ഇട്ട് കൊടുത്തു, ശരിയല്ലേ? പക്ഷേ അതിനു മുമ്പേ ഈ പറഞ്ഞ ഇസ്ഹാക്ക് വലിയ ആത്മീയനായിട്ടൊന്നും ചിലപ്പോൾ നമുക്ക് തോന്നുന്നില്ല, അല്ലേ? ആളൊരു പാവത്താനാണ്. അബ്രഹാമിൻ്റെ ഒരു സ്റ്റേച്ചറൊന്നും പുള്ളിക്കില്ല, അല്ലേ? ഇതേ ഒരു പാവത്താൻ. ആ കൂടിയിലെ കിണർ ഒഴിക്കും, വഴക്കുണ്ടാക്കും, ഇട്ടേച്ചു പോവും, പിന്നെയും കിണർ ഒഴിക്കും. ഇത്രയൊക്കെ ഉള്ളു പുള്ളിയെ പറ്റി മാക്സിമം പറഞ്ഞിരിക്കുന്നു. പിന്നെ എടുത്ത് നിന്ന് ക്ഷാമം വന്നപ്പോൾ ചാടി ഓടിപ്പോകാൻ പോയി. പോരുത് അവിടെ കൃഷി ചെയ്തു, 100 മേനി വിളവെടുത്തു. ഇത്രയൊക്കെ ഉള്ളു ഇസ്ഹാക്കിനെ പറ്റി. പക്ഷേ ഈ പാവത്താൻ മരണസമയമായപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ മക്കളെ വിളിച്ച് അവരെ അനുഗ്രഹിച്ചു. അല്ല, അത് മരണസമയത്തൊന്നുമില്ല കേട്ടോ, അത് അടുത്ത ആളാണ്. ശരി, അപ്പം മക്കളെ നിങ്ങൾക്ക് അനുഗ്രഹിക്കാം. അടുത്തത് വിശ്വാസത്താൽ യാക്കോബ്. കണ്ടോ, ഇതെല്ലാം വിശ്വാസത്താൽ. ഈ യാക്കോബ്, ഈ ഏശാവിൻ്റെ കാര്യം അങ്ങ് പോയി. പക്ഷെ യാക്കോബ് എന്ത് ചെയ്തു? മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും. ഒന്ന് ചോദിച്ചോട്ടെ, യോസേഫിന്റെ മക്കളുടെ പേരെന്തുവാ? ജോയലും ഇന്നത്തെ പേരത് മാത്രമല്ല, ജോയലും ജോഷുവയും അല്ലേ, എഫ്രൈമും മനശ്ശയും. ഇവർ രണ്ടുപേരെ എന്ത് ചെയ്തു? അടുത്തോട്ട് വിളിച്ച് യോസേഫ് കൊണ്ട് നിർത്തി. പപ്പ, ഇതാ മൂത്തവൻ എന്താ രണ്ടുപേരുടെയും പേര്. ഈ മൂത്തവൻ്റെ അടുത്തോട്ട് വലത്തെ കൈ, എടുത്തവൻ ഇങ്ങനെ വെച്ചു. പക്ഷേ യാക്കോബ് എങ്ങനെ കൈ വെച്ചേ? ഇങ്ങനെ വെച്ചേ. അല്ല, ഇങ്ങനെ ഇത് ഇല്ല, തെറ്റത്തില്ല. ഞാൻ കൃത്യമായിട്ട് അനുഗ്രഹിക്കുന്നത്. പ്രവചനാത്മാവിലാണ് അനുഗ്രഹം. അങ്ങനെയെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അനുഗ്രഹിച്ചതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാത്രമല്ല, കൊച്ചുമക്കളെ അനുഗ്രഹിക്കുക. എവിടെ പറഞ്ഞ കൊച്ചുമക്കളുടെ കാര്യമാണ്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തലയിൽ കൈവച്ച് ആരെങ്കിലും അനുഗ്രഹിച്ചിട്ടുണ്ടോ? ഹാവ് എനിവൺ ബ്ലെസ്ഡ് യു? ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ ഇവിടെ സാക്ഷി പറയേണ്ടി വന്നു. എൻ്റെ പപ്പായും മമ്മയും എനിക്ക് അവസാനം എഴുതിയ എഴുത്ത് ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പപ്പ എഴുതിയത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഇങ്ങനെ മോനെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു കാര്യം. അതിനകത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് ഇറ്റ് ഇസ് ഓൾ ബ്ലെസ്സിങ്സ്. എൻ്റെ അമ്മ എനിക്ക് തമിഴിൽ എഴുത്തെഴുതിക്കൊണ്ടിരുന്നത്. ആ എഴുത്ത് ഞാൻ എടുത്ത് മിനിഞ്ഞാന്നും ഒന്ന് നോക്കി. അതിനകത്ത് മോനെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് സ്നേഹം കൂടി കണ്ണേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നിൻ്റെ അപ്പൻ്റെ ശുശ്രൂഷയുടെ ബാക്കി മോനെ നീയാ ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു ചിന്തിച്ചു, എൻ്റെ അപ്പൻ എന്ത് ശുശ്രൂഷ ചെയ്തു? ഇതേണ്ട പുറം ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്തോ ശുശ്രൂഷയാണ് ചെയ്ത്. രാജാനെ തമ്പിച്ചാനെ കണ്ടപ്പോൾ ഒരു ഓർമ്മ എനിക്ക് വരുന്നു. ഒരിക്കൽ ചർച്ചയിൽ വന്നപ്പം ഞാൻ ഓട്ടോ പിടിച്ച് പപ്പായെ കൊണ്ടുവന്നു. അപ്പോൾ അറിയാമല്ലോ, പുള്ളി ആ മൂലയിലൊരു കസേരയിട്ട്, പുള്ളി കസേരയിലായി, ബാക്കിയെല്ലാവരും പായില്ല, പുള്ളിക്കൊരു കസേരയുണ്ടായിരുന്നു. സ്തോത്ര കാഴ്ച പാത്രം, ഒരു പ്ലേറ്റ്, ഒരു സ്റ്റീൽ പ്ലേറ്റ്. സ്തോത്ര കാഴ്ച എഴുന്നേറ്റുന്ന എല്ലാവരും പാട്ട് പാടുമ്പം പാസ്റ്ററിൻ്റെ മോനൊരു
പാത്രം കൊണ്ട് ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ പിരിക്കും. അപ്പോൾ എൻ്റെ പപ്പായുടെ മുമ്പേ കൊണ്ട് ഈ ചെറുക്കൻ കൊണ്ടിങ്ങനെ നിർത്തിച്ച് അപ്പച്ചാ സ്വത്രാഴ്ച ഇട്. കാരണം പുള്ളി ഇങ്ങനെ അവനെ നോക്കി വെച്ച് ചിരിച്ചോണ്ട് ഇല്ലടാ. ഞാൻ ബാക്കി ഇരുന്നത് കണ്ടു. അതായത് നേരത്തെ ഇതൊന്ന് പറഞ്ഞ് ഞാൻ 2 രൂപ കൈ കൊടുക്കുമായിരുന്നു. അന്ന് 2 രൂപയാണ് സ്വത്രാഴ്ച ഇടുന്നത്. പുള്ളി ഉള്ളതങ്ങ് എല്ലാവരും പോയി അഭിനയിക്കാനൊന്നുമില്ല. ഇല്ല മോനെ, എൻ്റെ അടുത്ത് ഇല്ല. എനിക്കങ്ങ് വലിയ ക്ഷീണമായിപ്പോയി. അപ്പോൾ ഇത് എൻ്റെ അടുത്തിരിക്കുന്നതെല്ലാം കണ്ട് ആരുടെയൊക്കെ ഒന്ന് ചിരിക്കുകയും ചെയ്തു. അപ്പച്ചൻ്റെ ഒരു തമാശ എന്നുള്ള വട്ടി. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് പപ്പായ ഒത്തിരി വഴക്ക് പറഞ്ഞു. പപ്പ എന്തിനാ പിന്നെ ആരാധനയ്ക്ക് വന്നേ? സ്വത്രാഴ്ച ഇല്ലായിരുന്നെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? എന്തോ ഞാനാ കുഞ്ഞ, എൻ്റെ ഇല്ല. എനിക്കും കൊടുക്കാനില്ലായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് വലിയ മോശമായിപ്പോയി. അത് ഫ്രണ്ട് ഇരുന്നിട്ട് അത് ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഞാനൊരു 2 രൂപ എങ്ങനെയെങ്കിലും തന്നേരായിരുന്നു, അങ്ങ് ഇട്ടാൻ പോരായിരുന്നോ? എന്തിനാ ഇങ്ങനെ കാണിച്ചേ ഇല്ല എന്ന്? എടാ ഇല്ലെങ്കിൽ ഇല്ല എന്നല്ലേ കാണിക്കേണ്ടി? അത് ഇടുന്ന പോലെ അഭിനയിക്കണോ? അത് സ്റ്റീൽ പ്ലേറ്റാ, ഇട്ടില്ലേ കാണും. മറ്റേ സഞ്ചിയാകുമ്പം കൈ അകത്തോട്ട് ഇട്ടില്ലേലും കുഴപ്പമില്ല. ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത്, നിൻ്റെ അപ്പൻ്റെ ശുശ്രൂഷയുടെ ബാക്കി നീ ചെയ്യും. എൻ്റെ അപ്പൻ ചെയ്തുകൊണ്ടെന്ന് ശുശ്രൂഷ ചെയ്താക്കിയ ഒരു സഭ നടത്തിയില്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ ചീഫായില്ല, വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടില്ല, പ്ലെയിനിൽ കയറിയിട്ടില്ല, കൈ വാച്ച് കെട്ടിയിട്ടില്ല, ബാങ്കിൽ 5 പൈസയില്ല, സ്വന്തമായിട്ട് നിലവുമില്ലായിരുന്നു, വീടുമില്ലായിരുന്നു. എന്തുമായിരുന്നു ശുശ്രൂഷ? പക്ഷെ കൈമുതലായിട്ട് തന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസം ഇന്ന് ഞങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒടുവിലായിട്ട് 98 ഡിസംബർ മാസം 15-ാം തീയതി എൻ്റെ പിതാവിൻ്റെ അടക്കം നടക്കുമ്പോൾ നിങ്ങൾ പലരും ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ ഇത്രേ പറഞ്ഞുള്ളൂ. പപ്പ ഞങ്ങൾക്കൊന്നും തന്നില്ല, വീട് തന്നില്ല, വസ്തു തന്നില്ല, ബാങ്ക് ബാലൻസും ഇല്ല, ഒന്നുമില്ല. താൻ ഉപയോഗിച്ചൊരു ബൈബിൾ താണ്ടെ ആ പെട്ടിയിൽ തൻ്റെ ആ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. അതുമാത്രമേ ഉള്ളൂ, വിശ്വാസം മാത്രമേ ഞങ്ങൾക്ക് തന്നുള്ളൂ. ആ പുസ്തകം എടുത്ത് ഞങ്ങൾ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിച്ചു. അന്ന് മുതൽ ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യു ഹാവ് ടു ബ്ലസ് യുവർ ഫ്യൂച്ചർ ജനറേഷൻസ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ അനുഗ്രഹിച്ചു. അവർക്ക് കയ്യിലൊന്നും തരാനില്ലായിരുന്നു, പക്ഷേ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അവസാനത്തെ എഴുത്തിലും അനുഗ്രഹം എഴുതി അയച്ചു. ഞാൻ അടുത്ത ആഴ്ച 2 ലെറ്റർ നിങ്ങളെ കാണിക്കാം. എനിക്കൊരു വെല്ലുമ്മച്ചി ഉണ്ടായിരുന്നു, എൻ്റെ പപ്പയുടെ അമ്മ. നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വെല്ലുമ്മച്ചി ചട്ടയും മുട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു മുറി ഇരിക്കും. ഞാൻ അടുത്ത് നിന്ന് അമ്മച്ചി ഇരിക്കും, എൻ്റെ കയ്യിലിരിക്കും. എന്നെ അങ്ങ് കരയാനും ഒക്കെ തുടങ്ങും, അങ്ങ് പ്രാർത്ഥന തുടങ്ങും അപ്പോഴത്തേക്കും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പം കൈ പതുക്കെ ഇങ്ങനെ തലയിലോട്ട് വന്നിട്ട് അങ്ങ് അനുഗ്രഹമാണ്. ദൈവമേ, എന്തുവാണ് ഈ പറയുന്നതെന്ന് പോലും തിരിയുന്നില്ല, അങ്ങ് അനുഗ്രഹമാണ്. അമ്മച്ചിക്ക് ഒന്നും തരാനില്ലായിരുന്നു, പക്ഷെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിക്കുമായിരുന്നു. ഒരു കൊച്ചുമോനെ അനുഗ്രഹിക്കുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ. ഈ അമ്മച്ചിക്ക് കൊടുക്കാനൊന്നുമില്ല. ഞാൻ ബസ്സിറങ്ങി, എടത്തറമുക്കിന് ബസ്സിറങ്ങി, അവിടെ ഒരു കടയിൽ നിന്ന് 1 രൂപ കൊടുത്ത് 20 ഗ്യാസ് മുട്ടായി ഒരു പേപ്പറിൽ പോയി ഗ്യാസ് മുട്ടായി അമ്മച്ചിക്ക് വേണം. എൻ്റെ പറയും, മോനെ ആ ഗ്യാസ് മുട്ടായി മേടിച്ചുകൊണ്ട് വന്നേടാ. അപ്പോൾ 5 പൈസയാണ് ഗ്യാസ് മുട്ടായി. 20 ഗ്യാസ് മുട്ടായി 1 രൂപ. ഇത് പൊതിഞ്ഞുകൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കും. അങ്ങനെ അമ്മച്ചിക്ക് ഗ്യാസ് മുട്ടായി കൊടുത്ത് അനുഗ്രഹം മേടിച്ചവനാണ് ഞാൻ. ഇന്ന് അവരെല്ലാം നിത്യതയിൽ പോയി. പക്ഷെ ഇന്ന് നോക്കുമ്പം അവരുടെയൊക്കെ അനുഗ്രഹം ഞങ്ങളുടെയൊക്കെ തലയിലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അപ്പൻ നിങ്ങളെ അനുഗ്രഹിച്ച് കാണത്തില്ല. ഒരുപക്ഷെ അവർ കർത്താവിനെ അറിയുന്നവരായിരുന്നിരിക്കത്തില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണം. ലേ യുവർ ഹാൻഡ്സ് ഓൺ ദ ഹെഡ് ആൻഡ് ബ്ലെസ് ദം, ആൻഡ് ബ്ലെസ് ദം. അവരാരും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരൊക്കെ ഇന്ന് അവരുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കരുത്. ഇന്നിപ്പോൾ അവർ കർത്താവിൽ ഇല്ലായിരിക്കും മക്കൾ, അല്ലെങ്കിൽ കർത്താവിന് പുറംതിരിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. പേടിക്കണ്ട, കർത്താവിൻ്റെ സമയത്ത് അതെല്ലാം ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അവരെ അനുഗ്രഹിക്കണം. കീപ്പ് ഓൺ ബ്ലെസ്സിങ്. അടുത്ത വാക്യം കൊണ്ട് വായിച്ചു നിർത്താം. വിശ്വാസത്താൽ യോസേഫ്. അടുത്തത് യോസേഫ്. താൻ എന്ത് ചെയ്തു? താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം കണ്ടോ? അവിടെ ഇസ്രായേൽ മക്കളുടെ പുറപ്പാട്. ഇപ്പോൾ ഇവർ മിസ്രൈമില്ല.
മിസ്രൈമിൽ ഇദ്ദേഹം ഈ യോസേഫ് പ്രധാനമന്ത്രിയായിരുന്നു. അവരെല്ലാം ഇങ്ങ് വരുത്തി വലിയ സ്ഥാനത്തായിരുന്നു. പക്ഷേ ഇപ്പം പറഞ്ഞു, മക്കളെ ഇവിടെ അല്ല നമ്മുടെ സ്ഥലം, ഇവിടെ ഇപ്പം എല്ലാം ഉണ്ട്, പക്ഷെ ഇവിടെ അല്ല നമ്മുടെ സ്ഥലം, നമുക്കൊരു പുറപ്പാടുണ്ട്, നമ്മുടെ സ്ഥലം വേറെ, അവിടോട്ട് നമ്മൾ പോകണം. അത് ഓർപ്പിച്ചിട്ട് എന്ത് ചെയ്തു? തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. അതും കൂടെ പറഞ്ഞു, എന്നെ ചത്താ പോലും ഇവിടെ കുഴിച്ചിട്ടാൽ പോലും എന്ത് ചെയ്തേക്കണം? കുഴിച്ചെടുത്ത് തോണ്ടിയെടുത്ത് കൊണ്ടുപോയിക്കണം, അവിടെ കൊണ്ടുപോയി കിടക്കാം. അത്രയ്ക്ക് പർട്ടിക്കുലറായിരുന്നു. അങ്ങ് ചെല്ലണം, അങ്ങ് ചെല്ലണം. ഇത് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ അടുത്ത തലമുറ അങ്ങ് ചെല്ലണമെന്ന് നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ പ്രവചിക്കുന്നുണ്ടോ? ഇന്ന് സത്യം പറഞ്ഞ അപ്പനമ്മമാരെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ മക്കൾക്ക് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അവർക്ക് പഠിത്തം കൊടുത്ത്, പിന്നെ അവർക്ക് വീട് വെച്ച് കൊടുത്തു, പിന്നെ അവർക്ക് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, എന്തിനാ നിങ്ങളിതെല്ലാം കൂടെ മക്കൾക്ക് കൊടുത്ത് ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്? ആ അനുഗ്രഹമൊക്കെ ലോകത്ത് തീരുന്ന അനുഗ്രഹമാണ്. പക്ഷേ നിത്യമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവരിവിടം വിട്ട് അവിടെ കാണണം. അതാണ് അവരുടെ തലയെ കൈവച്ച് അനുഗ്രഹിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനാണോ? അത് ദൈവം വിശ്വസ്തന, അവരെന്തെങ്കിലുമൊക്കെ ആക്കും. പക്ഷേ നിങ്ങളുടെ അനുഗ്രഹം ഈ ലോകത്തിൽ അവരൊന്നും ആയില്ലെങ്കിലും അവർ നിത്യതയെ കാണണം. അവരിവിടുന്ന് ഒരു പുറപ്പാടുണ്ട് എന്ന് നിങ്ങൾ പ്രവചിക്കണം. ഇവിടെ നിങ്ങൾ കഴിയേണ്ടവരല്ല. യു ഹാവ് ടു ഗോ അവേ ഫ്രം ദിസ് പ്ലേസ്. കാര്യം ദ വേൾഡ് ഈസ് നോട്ട് അവർ ഹോം. നമ്മളൊരു വഴിപോക്കർ മാത്രമാണ്. ആ ഒരു ബോധ്യത്തിൽ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താൻ, പ്രിയപ്പെട്ടവരെ. എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുക. എന്തായിരുന്നു പോയിന്റ്? ഫെയ്ത്ത് പ്രൊഫസീസ് മെസ്സേജസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. വിശ്വാസം വരും തലമുറകൾക്ക് വേണ്ടി ചില പ്രവചനങ്ങൾ പറയും. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്താ പ്രവചിച്ചിരിക്കുന്നത്? പറഞ്ഞേ, വാട്ട് ആർ ദ പ്രൊഫസീസ് വിച്ച് യു ഹാവ് റിഗാർഡിങ് യുവർ ചിൽഡ്രൻ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് ഇന്ന് നിറവേറുന്നു ഒരു അളവിൽ. പക്ഷേ അന്നിത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും, എൻ്റെ പപ്പ മരിക്കുന്നതിൻ്റെ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. രാത്രി മുഴുവൻ പുള്ളിക്ക് ശ്വാസം മുട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എണീറ്റ് വന്ന് ചൂടുവെള്ളം വെച്ച് ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് കൊടുക്കുകയും തിരുമ്മി കൊടുക്കുകയും തൂത്ത് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ വീണ്ടും പ്രശ്നമായി. ഞങ്ങൾ രണ്ടുപേരും പോയി, പുള്ളി ഇങ്ങനെ ഇരിക്കുക, കിടക്കാൻ വയ്യ, ഞങ്ങൾ അപ്പുറം ഇരിക്കുക. അപ്പം സംസാരിക്കാറായപ്പോഴത്തേക്ക് പുള്ളി പറയുക, കുഞ്ഞെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷേ ഒരു വാണിംഗ് കൂടെ പറഞ്ഞു, അനുഗ്രഹിക്കുമ്പം അനുഗ്രഹത്തിൽ മതി മറന്നു പോകരുത്. അനുഗ്രഹം വന്നപ്പം ദൈവത്തെ വിട്ടു മാറിയ ഒത്തിരി പേരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയാം കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നിങ്ങൾക്കതുപോലെ വരരുത് എന്നൊരു വാണിംഗ് കൂടെ തന്നിട്ടാണ് ഇതൊരു രാവിലെ ഒരു 7 മണിക്ക് പറഞ്ഞു. ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് ആൾ പോയി കഴിഞ്ഞു. മരിക്കുന്നതിൻ്റെ അന്നും അനുഗ്രഹം മാത്രമേ പുള്ളിക്ക് തരാനുള്ളായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ ഒരു മാതൃകയാക്കണം. പറ്റും മരിക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യം, വരും തലമുറയ്ക്ക് അനുഗ്രഹിക്കുക. Keep on blessing your children. Keep on blessing your future generations. Why are you doing it? It's by faith you are doing it. വിശ്വാസത്താൽ നിങ്ങൾ വരും തലമുറയെ അനുഗ്രഹിക്കുന്നു. ഇന്നെന്താ നിങ്ങളോട് ദൈവം സംസാരിച്ചേ? വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യം പറഞ്ഞു. What is the one thing that the Lord spoke to you this noon time? നിങ്ങളോട് ദൈവം സംസാരിച്ച ഒരു കാര്യം എന്തായിരുന്നു? കണ്ണടച്ചാട്ട് ഒരു നിമിഷം, കണ്ണടച്ചാട്ട്. കർത്താവേ, വിശ്വാസം ഒരു തിയോളജിക്കൽ ടോപ്പിക്കല്ല, വിശ്വാസം ഒരു പ്രസംഗ വിഷയമല്ല. വിശ്വാസം അത് ഞാൻ ജീവിക്കേണ്ടതാണ്. അതെൻ്റെ ജീവിതമാണ് വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നും എൻ്റെ ദൈവം എനിക്കെന്ത് ചെയ്യുമെന്നും എനിക്ക് ശേഷം എൻ്റെ പിൻതലമുറയ്ക്കും എന്തൊക്കെ ചെയ്യുമെന്നും അതെല്ലാം മുൻകൂട്ടി പ്രവചിച്ച് അനുഗ്രഹിക്കാൻ വരെ എനിക്ക് വിശ്വാസം എന്നെ സഹായിക്കുമെന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസം എനിക്ക് തരണമേ കർത്താവേ, എന്നെ ഒരു വിശ്വാസവീരനാക്കണമേ അപ്പാ. ലോർഡ്, ലെറ്റ് മീ ബിക്കം എ മാൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് എ വുമൺ ഓഫ് ഫെയ്ത്ത് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് മറ്റൊന്നുമില്ല, എനിക്ക് ചില സൗകര്യങ്ങൾ കുറഞ്ഞിരിക്കട്ടെ, പക്ഷേ എനിക്കൊരു വിശ്വാസം വേണമപ്പാ. അങ്ങേ വിശ്വസിച്ച്, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനും കേട്ട് പ്രതിഫലം തരുന്നവനാണെന്ന് വിശ്വസിച്ച് കർത്താവേ, നിത്യതയിലാക്കി ഞാനിവിടെ വിശ്വാസത്തോടെ ജീവിക്കുവാൻ കർത്താവ്. ഞാൻ ആശിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കൺമുമ്പിൽ വന്നിട്ടില്ല, പക്ഷേ ഞാൻ കാണാതെ വിശ്വസിക്കുന്നപ്പാ. നിങ്ങളുടെ മക്കളെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ അറിയുന്നില്ല, അവരിപ്പം കുഞ്ഞാ, പക്ഷേ
അവർ കർത്താവ് വരാൻ താമസിച്ചാൽ അവരെന്തായി തീരും എന്ന് നിങ്ങൾ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവചിച്ച് അവരെ അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ എൻ്റെ മകനൊരു അപ്പോസ്റ്റലനായിട്ട് മാറും എന്ന് പറഞ്ഞാൽ, എൻ്റെ ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ, അമേരിക്കയിലാണ് D.L. മൂഡി, ഈ പറഞ്ഞ പോലെ ചാൾസ് ഫിന്നി, ജോൺ വെസ്ലി എന്നൊക്കെ വലിയ വലിയ പേരുകൾ കേൾക്കുന്നു. ഇന്ത്യയിൽ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ പേരുകൾ പോലും ഇന്നില്ല. ഒരു മലയാളി പാസ്റ്റർ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു നാഷണൽ ലീഡർ ഉണ്ടോ? ഇല്ല. അതാ സത്യം. അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ ദൈവസഭ. ഇന്നൊരു ദുരുപദേശം വന്ന അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ആധികാരികമായിട്ടൊരു പ്രസ്താവന പറയാൻ പോലും ഒരു ലീഡർ ഇല്ലാത്ത കാലമാണ് ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ അവസ്ഥ. അവിടെയാണ് നമ്മുടെ മക്കളിന്ന് വളരുന്നതെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾ തലയെ കൈവച്ചിട്ട് അവരെ പ്രവചിക്കുക. എൻ്റെ മോൻ എഴുന്നേറ്റ് അവൻ ഇന്ത്യയിൽ മാത്രമല്ല, അവൻ കർത്താവ് വരാൻ താമസിച്ചാൽ അവൻ അനേക രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായി പോകുന്ന, കർത്താവിൻ്റെ ഒരു പ്രവാചകനായി, ഒരു മിഷണറിയായി എൻ്റെ മോനെ ഞാൻ കാണുന്നു, എൻ്റെ മക്കളെ ഞാൻ കാണുന്നു. പെൺമക്കളാണെ പറ, അവളും അതുപോലെ തന്നെ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബിനിയായി അവൾ ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവൾ അധ്വാനിക്കും എന്ന് നിങ്ങളിപ്പം തലേ കൈവച്ച് നിങ്ങൾ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ഉള്ള പണമെല്ലാം അവരുടെ പേര് എഴുതി വയ്ക്കാനും അല്ല, അവരെ തലയിൽ കൈവച്ച് അവരുടെ ഭാവി സംബന്ധിച്ച് അനുഗ്രഹിക്കാനാണ് ദൈവം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ തന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കുഞ്ഞേ ഉള്ളായിരിക്കും, 2 കുഞ്ഞുങ്ങളായിരിക്കും. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാട്ട്, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാട്ട്. പ്രേ 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 കർത്താവേ, അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വരും തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. എല്ലാ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ടീനേജേഴ്സ് ആണെങ്കിൽ, യൂത്ത് ആണെങ്കിൽ, ഒരുപക്ഷെ ഒരു വിവാഹിതരായി പോയിട്ടുണ്ടായിരിക്കും, മറ്റ് രാജ്യങ്ങളിലായിരിക്കും, അവർക്ക് കൊച്ചുമക്കളും ഉണ്ടായിരിക്കും. ഞങ്ങളവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ്. വെറുതെയാ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ സഭയായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വരും തലമുറകളെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ്. വരാൻ താമസിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ തലമുറകളെയും, സഭയിലുള്ള എല്ലാ തലമുറകളെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.